അപ്പൊ നമ്മൾ തൽക്കാലം ഇതിനെ 1 എന്നിട്ട് വെക്കാം. എന്തായി 1? ഒന്ന് നോക്കി വെച്ചോ, കുറച്ച് കഴിഞ്ഞാൽ ആവശ്യം വരും. ഓക്കെ, ഇന്ന് ഞാൻ ഈ ചെയ്യുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ മാത്രമേ എക്സാമിന് വരൂ. അകലവും ഉയരവും, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ്, ഇതുപോലുള്ള ഒരുപാട് ഫിഗേഴ്സ് വരുന്ന ഒരു ഭാഗം, ഇതുപോലത്തെ കുറെ ചിത്രങ്ങൾ വരുന്ന ഒരു ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഇതേപോലത്തെ പലതും അല്ലെ? ഈ പാഠഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് ഇത്തരം ഫിഗേഴ്സ് നിങ്ങൾ വരച്ചുണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ വായിച്ച് ഇതുപോലെ ഫിഗർ ആക്കി എടുക്കാൻ നിങ്ങൾക്ക് പറ്റണം. ക്ലിയർ ആണോ? ഇനി ഈ ഫിഗർ വരയ്ക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല, അല്ലെങ്കിൽ നിങ്ങൾ വരച്ചത് തെറ്റാണെന്ന് വിചാരിക്കുക, അപ്പോൾ നിങ്ങളുടെ മാർക്ക് എന്തായാലും പോകുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. പിന്നെ വരയ്ക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് വരച്ച് വെച്ചാലും ഒരു ആൻസർ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു തെറ്റായ ചിത്രം വരച്ച് ഇങ്ങനെ കണക്ക് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ തെറ്റായ ആൻസർ കിട്ടും. നിങ്ങൾ എന്ത് വിചാരിക്കും? അത് ശരിയാണെന്ന്. എന്നാൽ ഈ ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളത് പഠിക്കാമെന്ന് വിചാരിച്ചാൽ ഈ ഭാഗം ഒഴിവാക്കി 5 മാർക്കാണ് പോകുന്നത്. അതോടുകൂടി ഓൾമോസ്റ്റ് A+ന്റെ കാര്യം ഗോവിന്ദ. ഓക്കെ ആണോ? അപ്പോൾ വെറും 5 ചോദ്യം കൊണ്ട് ഞാൻ ഈ ഭാഗത്ത് നിന്ന് വരാവുന്ന എല്ലാ ചോദ്യങ്ങളും, എല്ലാ തരം ചോദ്യങ്ങളും കവർ ചെയ്യും. 5 ചോദ്യം കൊണ്ട് എല്ലാം കവർ ചെയ്യാൻ പോവാണ്. ക്ലിയർ ആണല്ലോ? ആദ്യം നമുക്ക് ഇതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് പഠിക്കാം അല്ലേ? ബേസിക് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇത് വരയ്ക്കാനൊക്കെ ആവശ്യമായ അടിസ്ഥാനപരമായ കുറേ കാര്യങ്ങൾ പഠിക്കും. കുറേ കാര്യങ്ങളില്ല, കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ ആണോ? ഫസ്റ്റ് ഓഫ് ഓൾ, ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത്, നമുക്ക് കുറച്ച് ലോജിക്കൽ തിങ്കിങ് ആവശ്യമായ ഏരിയ ഉണ്ട്. നമുക്ക് കുറച്ച് ധാരണകൾ വേണം. ഓക്കെ, എന്നാൽ ചിലയിടത്ത് ആ ലോജിക്ക് പാടെ ഒഴിവാക്കുകയും വേണം. ക്ലിയർ ആണല്ലോ? രണ്ടും വേണം. ചോദ്യം വായിച്ച് ചിത്രം വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ആംഗിൾ ഓഫ് എലവേഷൻ അഥവാ മേൽക്കോൺ എന്ന് പറയുന്നത്. ഈ മേൽക്കോൺ എന്ന് കേൾക്കുമ്പോൾ മേലേക്കുള്ള കോൺ അല്ലെ? ആംഗിൾ ഓഫ് എലവേഷൻ മേലേക്കാണ്, ഈസി ആയിട്ട് തോന്നും. പക്ഷെ അവിടെ 2 തരം വെറൈറ്റീസ് ഉണ്ട്. എത്ര പേര് ശ്രദ്ധിച്ചെന്നും അറിയില്ല. 2 തരം സാധ്യതകൾ ഈ മേൽക്കോൺ വരയ്ക്കുന്നതിൽ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് വരച്ചു തുടങ്ങുകയാണെങ്കിലും ഫസ്റ്റ് നമ്മൾ ഗ്രൗണ്ട് വരയ്ക്കുക. താഴ്ഭാഗം എന്നുള്ള അർത്ഥത്തില് ഗ്രൗണ്ട് വരയ്ക്കുക. ഈ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പറമ്പ് എന്നുള്ള അർത്ഥം നല്ലിട്ടുള്ളൂ. തറ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, എന്ത് വേണേലാവാം, കടലാവാം, റോഡാവാം, എന്ത് വേണേലാവാം. ഓക്കെ, നമ്മുടെ ടെസ്റ്റിൽ തന്നെ ഒരു ഷിപ്പിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഇവിടെ കുറച്ച് ഭാഗം ബീച്ച്, ബാക്കി കുറച്ച് ഭാഗം കടലാണ്, ഷിപ്പുള്ളതുകൊണ്ട്. ഓക്കെ, ഇവിടെ ബീച്ച് എന്ന് പറയാനുള്ള കാരണം അതിൽ ലൈറ്റ് ഹൗസ് ഉണ്ട്. അപ്പൊ ലൈറ്റ് ഹൗസ് ഉണ്ട് ബീച്ചിലാണ്, കടലിൽ കൊണ്ടേ വയ്ക്കുമോ. അങ്ങനെ കുറേ സാധ്യതകളുണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഒരു വരക്കണം എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ സാധ്യതയിലും ആദ്യം വരയ്ക്കേണ്ടത് ഈ തറ തന്നെയാണ്. എന്തോ ആയിക്കോട്ടെ, ആദ്യം തറ വരയ്ക്കണം. ഓക്കെ ആണോ? അടുത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ചിലപ്പോൾ 2 സാധ്യതകൾ. ഒന്നാമത്തെ സാധ്യത, ഇവിടെ ഒരു വ്യക്തിക്ക് ഹൈറ്റ് ഉണ്ടാവാം അല്ലെ? എ മാൻ, എ പേഴ്സൺ, എ ബോയ് എന്നൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ വരാം. ഒരാൾ, ഒരു കുട്ടി, ഒരാൺകുട്ടി എന്നൊക്കെ പറഞ്ഞ് ചോദ്യം വരാം. 1.5 മീറ്റർ ഉയരമുണ്ട്, 1.5 മീറ്റേഴ്സ് ടോൾ അല്ലെങ്കിൽ 1.8 മീറ്റേഴ്സ് ടോൾ എന്നൊരു ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ആ 1.5, 1.8, 1.75 എന്നൊക്കെ പറഞ്ഞ് 1.5, 1.75, 8 എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു ചോദ്യമാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു ബോയ് അല്ലെങ്കിൽ ഒരു പേഴ്സൺ എന്നുള്ള അർത്ഥത്തില് ഒരു വര വരയ്ക്കണം. ഇതാണ് ഒന്നാമത്തെ സാധ്യത. എന്താ ഒന്നാമത്തെ സാധ്യത? പറയുന്ന ആ വ്യക്തിക്ക് ഒരു ഉയരം ഉണ്ടാവാം, ഉണ്ടായിരിക്കാം, ചാൻസ് ഉണ്ട്. ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വര വരയ്ക്കണം. എന്നിട്ട് അയാൾ ഒരു മരത്തിനെ നോക്കണ വെച്ചാൽ അവിടെ ഒരു മരം വരച്ചോളി. ബിൽഡിംഗ് ആണെങ്കിലും തന്നെ ഒരു വര, ഹില്ലാണെങ്കിലും തന്നെ ഒരു വര. ഓക്കെ, അപ്പൊ എന്താ അവിടെ ചെയ്യണ്ടേ? ഒരു ഹൈറ്റ് ഉണ്ടെങ്കിൽ, ഒരാളുടെ ഉയരം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അയാള് ഇങ്ങനെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. അയാളുടെ ആദ്യത്തെ നോട്ടം എപ്പോഴും സ്ട്രൈറ്റ് ആയിരിക്കണം. ആദ്യം തന്നെ ഒറ്റയടിക്കാൾ മരത്തിന്റെ മുകളിലേക്ക് ആംഗിൾ ഓഫ് എലവേഷൻ മേൽക്കോൺ അല്ല ഉണ്ടാവുക. ഒറ്റയടിക്ക് മേപ്പെട്ട് നോക്കുകയല്ല ചെയ്യാം. ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സ്ട്രൈറ്റ് വ്യൂ, നേരെയുള്ള കാഴ്ച വരക്കണം. രണ്ടാമത് വേണം ഇവിടുന്ന് മേലേക്ക് വരയ്ക്കാൻ. ഓക്കെ, ഈ ഒരു ആംഗിളിൽ ഈ കോൺ, ഇതാണ് എന്ത്? ആംഗിൾ ഓഫ് എലവേഷൻ അഥവാ മേൽ കോൺ. ക്ലിയർ ആണോ? അപ്പൊ ഒന്നാമത്തെ സാധ്യത എന്താ? മേൽക്കോണിൽ, ആംഗിൾ ഓഫ് എലവേഷനിൽ ഈ ഒരാൾക്ക് ഉയരം ഉണ്ടാവാം. അപ്പൊ സ്വാഭാവികമായിട്ട് രണ്ടാമത്തെ ചാൻസ് എന്താ? ഇതേപോലെ ഗ്രൗണ്ട് വരച്ചു. മേ ബി ഇവിടെ ഒരു മരോ ബിൽഡിങ്ങോ അതന്നെ ആവാം. ഓക്കെ, അതിനൊന്നും മാറ്റല്ല. പക്ഷേ എന്തില്ല, ഇവിടെ ആ വ്യക്തിക്ക് ഉയരമില്ല, ഹൈറ്റ് ഇല്ല.
ഹൈറ്റ് ഇല്ലെങ്കിൽ ദാ ഇങ്ങനെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇതാണ് നമ്മുടെ ആ വ്യക്തി, പേഴ്സൺ, ഒരു ബോയ് എന്നൊക്കെ പറയുന്ന ആ സാധനം ഇതാണ്. ക്ലിയർ ആണോ? ഇങ്ങനെയാവുമ്പോൾ എന്താ വ്യത്യാസം? ഇവിടെ ഇനി നമ്മൾ സ്ട്രൈറ്റ് വ്യൂ, ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വെച്ച ഇതില്ല, നേരെ വെച്ച വര, അത് വരയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം നേരെ വരച്ച വര തന്നെയാണിത്. പിന്നെ രണ്ടാമത് വരയ്ക്കേണ്ട ആവശ്യം ഇല്ല. ക്ലിയർ ആണോ? പിന്നെയോ, പിന്നെ ഞാൻ നോക്ക്, രണ്ടാമത് വരച്ച വേണ്ട, പക്ഷെ മേലേക്കുള്ള നോട്ടം എന്തായാലും വേണം. അത് വേണല്ലോ. ഏതാ ആംഗിൾ ഓഫ് എലവേഷൻ അഥവാ മേൽക്കോൺ? ഇതാണ് ആംഗിൾ ഓഫ് എലവേഷൻ, മേൽക്കോൺ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ മേൽക്കോണാണ് ഇവിടെ ആദ്യം പഠിക്കുന്നത്. അതിൽ രണ്ട് സാധ്യതകൾ, ഒന്നെങ്കിൽ ഉയരമുണ്ടാവാം, വ്യക്തിക്ക് ഉയരമുണ്ടാവാം, ഇല്ലെങ്കിൽ ആ വ്യക്തിക്ക് ഉയരം ഉണ്ടാവില്ല. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഉണ്ടെങ്കിൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്. ഉണ്ടെങ്കിൽ ഈ സ്ട്രൈറ്റ് വ്യൂ വരയ്ക്കാൻ മറക്കരുത്. കാരണം അങ്ങനെ വരയ്ക്കുമ്പോൾ ഇവിടെ 1.75 ആണെങ്കിൽ ഇവിടെയും 1.75 ആവും. അതുകൊണ്ടുള്ള ഹെൽപ്പ് വളരെ വലുതാണ്. ക്ലിയർ ആണല്ലോ? എങ്കിൽ നമുക്കിത് രണ്ടും വെച്ചുള്ള ചോദ്യങ്ങൾ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഈ ഭാഗത്തിലെ ആദ്യത്തെ ചോദ്യം, ഈ പാഠത്തിൽ നിന്ന് നമ്മൾ പാർട്ട് 1 വീഡിയോയിൽ 9 ചോദ്യങ്ങൾ ചെയ്തു. 10ാമത്തെ ചോദ്യമാണിത്. ആ ചോദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് തന്നെ എടുത്തതാണ്. ഓക്കെ ആണോ? ചോദ്യം നമ്മുടെ ടെസ്റ്റിലെ പേജ് നമ്പർ 125, 125 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഓക്കെ, ചോദ്യം ഇതവിടെ കാണാം. When the sun is seen at an angle of elevation of 40 degree, the length of a tree's shadow is 18 meters. മലയാളത്തിൽ എന്താ? സൂര്യൻ 40 ഡിഗ്രി മേൽക്കോണിൽ കാണപ്പെടുമ്പോൾ മരത്തിന്റെ നിഴലിന്റെ നീളം 18 മീറ്റർ ആണ്. ശേഷം രണ്ട് ചോദ്യങ്ങളും കൂടി ഉണ്ട്. ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചേ. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ട്രീ? മരത്തിന്റെ ഉയരം എത്രയാണ്? അപ്പോൾ നമ്മൾ ആദ്യം ഇത് ബന്ധപ്പെട്ടിട്ട് ഒരു ചിത്രം വരയ്ക്കണം. ചിത്രം വരയ്ക്കാൻ നിങ്ങൾ വലിയ സംഭവമായിട്ടൊന്നും ചിന്തിക്കേണ്ട, സിമ്പിളായിട്ട് ഒന്ന് വായിക്കാം. എന്താ പറഞ്ഞേ? സൂര്യൻ 40 ഡിഗ്രി മേൽക്കോണിൽ കാണപ്പെടുന്നു അല്ലെ? സൺ. ഇപ്പോൾ ഞാൻ അവിടെ ഒരു സൺ വരയ്ക്കുന്നു, സൂര്യൻ. ഓക്കെ, സൂര്യൻ. ഇത് നമ്മുടെ ഗ്രൗണ്ട്. ഗ്രൗണ്ട് വേണമെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു, തറ അല്ലെ? ഈ സൂര്യൻ ഇവിടെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു മരമുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ മരം. അപ്പൊ ഈ സൂര്യനെ 40 ഡിഗ്രി മേൽക്കോണിലാണ് കാണുന്നത്. 40 ഡിഗ്രി ആംഗിൾ ഓഫ് എലവേഷനിലാണ് അല്ലെ? ഈ സൂര്യൻ ഇവിടെ നിൽക്കുന്നു. ഇവിടെ ഒരു മരം ഉണ്ട്. ഇതിന് സൂര്യൻ ഇങ്ങനെ സൂര്യപ്രകാശം വരുന്നു. എവിടെയായിരിക്കും ഇതിന്റെ നിഴല് വരിക? സ്വാഭാവികമായിട്ട് ഇതിന്റെ നിഴൽ ഇത് അങ്ങോട്ട് ഭൂമിയിലല്ലേ ഉണ്ടാവുക. നിഴൽ എപ്പോഴും എവിടെ ഉണ്ടാവുക? ഭൂമിയിലല്ലേ ഉണ്ടാവുക അല്ലെ? അപ്പൊ ഇത് 18 മീറ്റർ ആണ്. ഇപ്പൊ ഞാൻ ഏകദേശം ഇവിടെ എടുത്തത് 18 മീറ്റർ ആണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ പോയിന്റുകൾ ഇങ്ങനെ ജോയിൻ ചെയ്യാലോ അല്ലെ? ജോയിൻ ചെയ്യാലോ, പറ്റില്ലേ? അപ്പൊ ഈ ആംഗിൾ ഓഫ് എലവേഷൻ അഥവാ മേൽക്കോൺ എന്ന് പറയുന്നത് അവിടെയാണ് 40 ഡിഗ്രി. അതെന്തുകൊണ്ടാ? ഭൂമിയിൽ നിന്ന് സൂര്യനെ നോക്കുന്നു. എത്ര ഡിഗ്രി? 40 ഡിഗ്രി. ഓക്കെ, 40 ഡിഗ്രി മേൽക്കോണിൽ സൂര്യനെ കാണുമ്പോൾ നിഴൽ ഇങ്ങോട്ടല്ലേ അടിക്കുക. ഇനി ഈ ചിത്രം വേണമെങ്കിൽ വേറെ രീതിയിൽ വരയ്ക്കാം. ദാ സൺ ഇവിടെ, ഓക്കെ, ഇത് ഭൂമി, ഇവിടെ മരം, സൂര്യപ്രകാശം വരുന്നു, നിഴൽ എങ്ങോട്ടാ വരിക? സ്വാഭാവികമായിട്ടും ഇങ്ങോട്ടാണ് വരിക. ഇത് 18 മീറ്റർ, ദാ ഇങ്ങനെ 40 ഡിഗ്രി. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? 40 ഡിഗ്രി ഇവിടെ വരില്ല. ഇവിടെ വരിക എന്ന് പറയുമ്പോൾ പിന്നെ സൂര്യനിലേക്ക് വരക്കണം. നടക്കുവോ? സൂര്യനിലേക്കുള്ള നീളം കണ്ടുപിടിക്കാനൊക്കെ പറ്റുമോ? നടക്കണ പരിപാടി അല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പോസിബിലിറ്റി ഉള്ളത് ഈ രീതിയിലാണ്. അത് ഈ രണ്ട് രീതിയിൽ വേണമെങ്കിലും വരക്കാം. എങ്ങനെ വരച്ചാലും പ്രശ്നമൊന്നും ഇല്ല. ഇവിടുത്തെ പ്രത്യേകത എന്താ? ഇതാണ് നമ്മുടെ പോയിന്റ്. എന്താ പ്രത്യേകത? ഇവിടെ ഇപ്പോൾ ഒരാളുണ്ട് എന്ന് വിചാരിക്കുക. ആളുണ്ടോ ഇല്ലെന്നൊന്നും ഇവിടെ പറയുന്നില്ല. ഉണ്ട് എന്ന് വിചാരിക്കുക. അയാളുടെ ഹൈറ്റിനെ പറ്റി പറയുന്നില്ല. ഓക്കെ, സൂര്യൻ 40 ഡിഗ്രി മേൽക്കോണിൽ എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് മാത്രമേ നമുക്ക് ആവശ്യം ഉള്ളൂ. ഹൈറ്റ് ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ. ഓക്കെ ആണല്ലോ? ഇനി ഇതിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എല്ലാ ചോദ്യവും നമുക്ക് ഒരേപോലെ ചെയ്യാൻ നോക്കാം. ഓക്കെ, നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ചിത്രം വരച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് എന്തായിരിക്കണം നമ്മുടെ ഫൈനൽ ആൻസർ എന്നാണ്. അപ്പോൾ ഇവിടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈറ്റ് ഓഫ് ദി ട്രീ. മലയാളത്തില് മരത്തിന്റെ ഉയരം. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മരത്തിന്റെ ഉയരമാണ്. ഈ ചിത്രത്തിൽ മരത്തിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ ഏത് മുതൽ ഏത് വരെയാണ്? തീർച്ചയായും ഇവിടെ നിന്ന് T മുതൽ R വരെ അല്ലെ? T
ടി മുതൽ ആർ വരെ എന്നുള്ളത് ഒരൊറ്റ ഇതാണ്. ഇവിടെ നടുക്ക് വെച്ചിട്ട് ഒന്നും മുറിഞ്ഞിട്ടൊന്നുമില്ല. ഇതൊന്ന് ഓർത്ത് വെച്ച ഈ പോയിന്റ്, ഇവിടെ നടുക്ക് വെച്ചിട്ടൊന്നും മുറിഞ്ഞിട്ടില്ല, ഒറ്റ കഷ്ണാണ്. ഒറ്റ കഷ്ണമാണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടെന്ന് വെക്കാം. നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലായി, നമുക്ക് ഫൈനൽ ആൻസർ ആയി കിട്ടേണ്ടത് മരത്തിന്റെ ഉയരം അഥവാ ഹൈറ്റ് ഓഫ് ദി ട്രീ ഈ ചിത്രപ്രകാരം ടി ആർ ആണ്. ഈ ചിത്രപ്രകാരം അത് ടി ആർ ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇതിന്റെ ലക്ഷ്യം തന്നെ ഈ ടി ആർ എങ്ങനെയും കണ്ടുപിടിക്കണം. ഉറപ്പിച്ചോ, നമ്മൾ ഏത് ചോദ്യം ചെയ്യുമ്പോഴും നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരിക്കും. ആ കാര്യം ഉൾപ്പെടുന്ന രീതിയിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ നിങ്ങൾ വരച്ചതിൽ വേണം. ഒന്നുകൂടി പറയട്ടെ, നമുക്കിവിടെ ടി ആർ അല്ലേ കണ്ടുപിടിക്കണ്ടേ? ടി ആർ കണ്ടുപിടിക്കണമെങ്കിൽ ഈ ടി ആർ ഉൾപ്പെടുന്ന രീതിയിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഈ ചിത്രത്തിൽ ഉണ്ടാവും, അഥവാ ഒരു മട്ട ത്രികോണം ഈ ചിത്രത്തിൽ ഉണ്ടാവും. ഇവിടെ ഏതാ മട്ട ത്രികോണം? ഇവിടെ ആ മട്ട ത്രികോണം എന്ന് പറഞ്ഞാൽ അവിടെ ഈ കോൺ മട്ട കോണാണ്, 90 ഡിഗ്രിയാണ്, റൈറ്റ് ട്രയാങ്കിൾ ആണ്, റൈറ്റ് ആംഗിൾ ആണ് അവിടെ. ഓക്കെ, അപ്പൊ ഇവിടുത്തെ മട്ട ത്രികോണം അഥവാ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ടി ആർ ഇ. അപ്പൊ സാറേ മരം ഇങ്ങനെ ചെരിഞ്ഞൊക്കെ പോവില്ലേ? ഇല്ല, നമ്മുടെ മരങ്ങളെല്ലാം സ്ട്രൈറ്റാ. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞു കുറച്ച് ലോജിക്ക് വേണം, കുറച്ച് ലോജിക്ക് ഒഴിവാക്കണം. ഇവിടെ ഒഴിവാക്കേണ്ട ലോജിക്കാണ് മരം ശരിയാ, പക്ഷെ നമ്മുടെ മരങ്ങളൊക്കെ എന്താണ്? സ്ട്രൈറ്റ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടി ആർ. ആ ടി ആർ വരുന്ന രീതിയിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ അഥവാ വട്ടത്രികോണം. അതിലെന്താ നോക്കണ്ടേ? അതിൽ വീണ്ടും നമുക്ക് വേണ്ട ടി ആർ അല്ലേ? ആ ടി ആർ എന്ന സൈഡിന്റെ പേരെന്താ? ഈ 40 ഡിഗ്രി ആംഗിളിനെ വെച്ച് നോക്കുമ്പോൾ ടി ആർ ഏതാ? നമുക്കറിയാം, ഓപ്പോസിറ്റ് സൈഡ് അഥവാ എതിർവശം. അടുത്തതോ, നമുക്ക് ഏതാ തന്നിട്ടുള്ളത്? നമുക്ക് തന്നിട്ടുള്ളത് ആർ ഇ ആണ്. ആർ ഇ അത് 18 മീറ്റർ ആണെന്ന് തന്നു. ഈ 40 ഡിഗ്രിയെ വെച്ച് നോക്കുമ്പോൾ ഏതാ സൈഡ്? അഡ്ജസന്റ് സൈഡ് അഥവാ സമീപവശം അല്ലേ? അപ്പൊ ഞാൻ റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയപ്പോൾ നമുക്ക് വേണ്ടത് എഴുതി, എന്നിട്ടോ നമുക്ക് തന്നതും എഴുതി, വേണ്ടതും തന്നതും. ക്ലിയർ? അപ്പൊ നമുക്ക് മനസ്സിലായി, എതിർവശം വേണം, സമീപവശം തന്നിട്ടുണ്ട്, ഓപ്പോസിറ്റ് സൈഡ് ആണ് വേണ്ടത്, അഡ്ജസന്റ് സൈഡ് തന്നിട്ടുണ്ട്. അപ്പൊ ആലോചിക്കുക, ഇവര് മൂന്നാളും കൂടി എവിടെ വരിക? ഓപ്പോസിറ്റും അഡ്ജസന്റും ഒരുമിച്ച് വരുന്നത് ഏതിലാ? അതെ, സൈഡിലാണോ കോസിലാണോ? രണ്ടിലുമല്ല, അത് ടാനിലാണ്. ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് അഥവാ മലയാളത്തില് എതിർവശം ബൈ സമീപവശം അല്ലേ? എ എന്ന് പറഞ്ഞാൽ 40. അപ്പൊ ടാൻ 40 സമം ടാൻ 40 സമം എതിർവശം എന്ന് പറഞ്ഞാൽ അവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ടി ആർ ബൈ സമീപവശം അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ 18 ആണ്. ആർ ഇ എന്നൊക്കെ വേണമെങ്കിൽ എഴുതാം, പക്ഷെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് 18 എന്ന് ഡയറക്റ്റ് എഴുതാം. ടാൻ 40 എന്ന് പറഞ്ഞാൽ 0.83 ആണ്. ടാൻ 40 എന്ന് പറയുമ്പോൾ 0.83 സമം ടി ആർ ബൈ 18. ഇനി ഇവിടെ നിന്ന് എങ്ങനെ ടി ആർ കണ്ടുപിടിക്കുക? ഈസി ആണല്ലോ. ഈ ഹരിക്കണം 18 ഇങ്ങോട്ട് പോന്നാ പോലെ. അപ്പൊ 0.83 അവിടെ നിൽക്കട്ടെ, ഈ ടി ആർ ഇവിടെയും നിൽക്കട്ടെ. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളെ തൊടേണ്ട ആവശ്യമില്ല, അവിടെ നോട്ടെ. ഈ ഹരിക്കണം 18 ഇപ്പുറത്തേക്ക് പോന്നാൽ ഗുണിക്കണം, ഡിവിഷൻ എന്തായി മാറി? മൾട്ടിപ്ലിക്കേഷൻ ആയി മാറി. അങ്ങനെ വരുമ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടുന്നു? അതാണ് ടി ആർ. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 14.94 എന്ന് കിട്ടും. ഇവിടെ മീറ്റർ ആവുകൊണ്ട് നമ്മൾ മീറ്റർ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഈ മരത്തിന്റെ ഉയരം എന്ന് പറയുന്നത്, മരത്തിന്റെ ഉയരം ഹൈറ്റ് ഓഫ് ട്രീ എന്ന് പറയുന്നത് 14.94 മീറ്റർ ആണ്. ക്ലിയർ ആണല്ലോ? ഇത്രയുള്ള പരിപാടി. ഇനി ഇതിന്റെ പ്രധാന പ്രശ്നം പറഞ്ഞേ. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്ത് വരച്ചാലും നിങ്ങൾ എന്ത് എഴുതിയാലും ഒരു ആൻസർ കിട്ടും. നിങ്ങളിപ്പോൾ ഈ 40 ഇവിടെ എഴുതുന്നതിന് പകരം ഇവിടെ എഴുതി എന്ന് വിചാരിക്കാം, അപ്പോഴും നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ഷെ ആ ആൻസർ തെറ്റായിരിക്കും. ക്ലിയർ ആണോ? എങ്കിൽ നമുക്ക് ബി ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? എന്താ ബി ക്വസ്റ്റ്യൻ? വാട്ട് വുഡ് ബി ദ ലെങ്ത് ഓഫ് ഷാഡോ when the sun is at an elevation of 80 degree? സൂര്യൻ 80 ഡിഗ്രി മേൽക്കോണിൽ കാണപ്പെട്ടാൽ നിഴലിന്റെ നീളം എത്രയാണ്? ചോദ്യം തിരിഞ്ഞു. ശ്രദ്ധിച്ചോ? നേരത്തെ മരത്തിന്റെ നീളമായിരുന്നു, ഇവിടെ നിഴലിന്റെ നീളമാണ്. എങ്ങനെ നോക്കിയാലോ? അതിന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഈ രണ്ടാമത്തെ ചോദ്യത്തിന് വേണ്ടി രണ്ടാമതൊരു ഫിഗർ വരയ്ക്കണം. ഒന്ന് വരച്ചു നോക്കിയാലോ? വീണ്ടും ഇവിടെ ആരുണ്ട്? സൺ ഉണ്ട്, ഇവിടെ ഗ്രൗണ്ട് ഉണ്ട് അല്ലെ? ഇവിടെ ഗ്രൗണ്ട് ഉണ്ട്, ഗ്രൗണ്ടിൽ ഒരു മരമുണ്ട് അല്ലെ? ഇപ്രാവശ്യം എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേ? ഇവിടെ ഒരു നിഴലുണ്ട് അല്ലെ? ഈ നിഴലിന്റെ നീളം, അതായത് ഇവിടെ മുതൽ
ഇവിടെ വരെയുള്ള നീളമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചാൽ ഇവിടെ ഉണ്ടാവുന്ന കോണളവ് എത്രയാണ്? ആംഗിൾ എത്രയാണ്? ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് 80 ഡിഗ്രി. മേൽക്കോൺ എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ്. എങ്ങനെ ഇത് കണ്ടുപിടിക്കുക? ഒന്ന് ആലോചിച്ചേ. നമുക്ക് നേരത്തെ ചോദ്യത്തിൽ ഇത് തന്നിരുന്നു. ഈ ചോദ്യത്തിൽ ഇതാ കണ്ടുപിടിക്കേണ്ടത് അല്ലെ? അത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും സൈഡ് തന്നിട്ടുണ്ടാവണമല്ലോ. ഏതെങ്കിലും തന്നിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ചേ. തന്നിട്ടില്ല. പക്ഷെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ? മരത്തിന്റെ നീളം 14.94 ഒന്ന് ആലോചിച്ച് നോക്കിയേ. സൂര്യൻ അതിന്റെ സ്ഥാനം മാറുന്നതിനനുസരിച്ച് നിഴലിന്റെ നീളം കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ സൂര്യൻ അതിന്റെ സ്ഥാനം മാറിയിച്ചിട്ട് മരത്തിന്റെ നീളത്തിന് എന്തെങ്കിലും മാറ്റം വരുമോ? ഒരു മാറ്റവും വരില്ല. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിച്ച ആൻസർ കറക്റ്റ് ആണെങ്കിൽ ഇതിന്റെ ആൻസർ ശരിയാവുള്ളൂ. ക്ലിയർ ആണോ? ഇനി നമുക്ക് വീണ്ടും നമ്മുടെ പരിപാടിയൊക്കെ ഓർക്കാം. എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? നിഴലിന്റെ നീളം. എന്താണ്? നിഴലിന്റെ നീളം. ലെങ്ത് ഓഫ് ഷാഡോ. ഏത് മുതൽ ഏത് വരെയാണ്? R മുതൽ E വരെ. R മുതൽ E വരെ. ഇതിന്റെ നടുക്ക് വെച്ചൊന്നും മുറിഞ്ഞിട്ടില്ല. ശ്രദ്ധിക്കണം കേട്ടോ. മുറിഞ്ഞാൽ വേറെയാണ് കഥ. അത് ഞാൻ അടുത്ത ചോദ്യത്തിൽ പറയാം. അതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും പറയുന്നത്. ഒന്നും മുറിയാത്തത് കൊണ്ട് ഇങ്ങനെ നിർത്തിയാൽ മതി. അപ്പൊ നമുക്ക് മനസ്സിലായി RE ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്താ അടുത്ത സ്റ്റെപ്പ്? എല്ലാ ചോദ്യത്തിനും ഒരു സ്റ്റെപ്പാണ്. എന്താ അടുത്ത സ്റ്റെപ്പ്? ഈ RE കൂടി വരുന്ന രീതിയിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ മട്ടത്രികോണം കണ്ടെത്തണം അല്ലേ? RE വരുന്ന രീതിയിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ ഉണ്ടല്ലോ. എന്താ? TRE അല്ലെങ്കിൽ RET അല്ലെങ്കിൽ ERT എന്നൊക്കെ വിളിക്കാം. എന്ത് വിളിച്ചാലും തന്നെ TRE. അതിൽ RE ഉണ്ടല്ലോ. ഉണ്ടായാൽ മതി. ക്ലിയർ ആണല്ലോ? ഇനി അത് കിട്ടിയാൽ എന്താ ചെയ്യണ്ടേ? വീണ്ടും നമുക്ക് കണ്ടുപിടിക്കേണ്ടതിനെ ഒന്നും കൂടി എഴുതുന്നു. ക്ലിയർ ആണല്ലോ? RE ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ 80 വെച്ച് നോക്കുമ്പോൾ ഈ സൈഡിന്റെ പേരാണ് എന്താണ്? ഇംഗ്ലീഷില് അഡ്ജസന്റ് സൈഡ്, മലയാളത്തില് സമീപവശം അല്ലേ? കാരണം ഇവിടെ 90 ഡിഗ്രിയാണ്. 90ന് എതിർവശം എന്തായി പോയി? കർണം അഥവാ ഹൈപ്പോട്ടന്യൂസ്. 90ന് എതിർവശം പോയി. പിന്നെ പേരാവും അഡ്ജസന്റ് സൈഡ്. അടുത്തുള്ളതിനെയാണല്ലോ സമീപവശം എന്ന് വിളിക്കുക. അപ്പൊ പിന്നെ ഇവിടെ ആരേ ഓപ്ഷൻ ഉള്ളൂ? RE. ക്ലിയർ? ഇനി എന്താ തന്നിട്ടില്ലേ? നമുക്ക് തന്നിട്ടുണ്ട് TR എന്ന് പറയുന്നത് 14.94 അല്ലേ? അപ്പൊ അതിന്റെ പേരെന്താ? 80ൽ നിന്ന് നോക്കുമ്പോ അത് എതിർവശം അഥവാ ഓപ്പോസിറ്റ് സൈഡ്. വീണ്ടും നമുക്കൊരു കാര്യം മനസ്സിലായി. ഇത് രണ്ട് കിട്ടിയാൽ ഒരു കാര്യം മനസ്സിലായി. എന്താ? അപ്പൊ നമുക്ക് എന്ത് കാര്യം മനസ്സിലായി? സമീപവശം കണ്ടുപിടിക്കണം. എതിർവശം തന്നിട്ടുണ്ട് അല്ലെ? അഡ്ജസന്റ് സൈഡ് കണ്ടുപിടിക്കണം. ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഇവർ രണ്ടാളും കൂടി ഒരുമിച്ച് വരുന്നത് എവിടെയാണ്? വീണ്ടും അതെവിടെ തന്നെയാണ്? ടാനിൽ തന്നെയാണ്. ടാൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്, എതിർവശം ബൈ സമീപവശം. ടാൻ എ, ഇവിടുത്തെ എ എന്ന് പറയുന്ന കോണളവ് 80 ഡിഗ്രിയാണ്. അപ്പൊ ടാൻ 80 സമം എതിർവശം. 80ൽ നിന്ന് എതിർവശം എവിടെ? അവിടെ എത്രയാണ്? ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ 14.94 ബൈ അഡ്ജസന്റ് സൈഡ്, സമീപവശം ഏതാ? RE. ടാൻ 80 എന്ന് പറഞ്ഞാൽ 5.67 ആണ്. സമം 14.94 ബൈ RE. നേരത്തെ ചെയ്ത പോലെ, ക്വസ്റ്റ്യൻ ചെയ്ത പോലെ എന്താ ചെയ്യേണ്ടത്? RE കണ്ടുപിടിക്കണം അല്ലെ? അത് കണ്ടുപിടിക്കാൻ ഈ 14.94 ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ? നേരത്തെ നമ്മൾ 18 ഇങ്ങോട്ട് കൊണ്ടുവന്നിരുന്നു. അതുപോലെ ഇവിടെ അത് പറ്റില്ല. എന്തേ? 18 നേരത്തെ ഡിനോമിനേറ്റർ അഥവാ ഛേദത്തിലായിരുന്നു. ഓക്കെ, ഛേദത്തിലുള്ള ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഡിനോമിനേറ്ററിലുള്ള ആളെ കൊണ്ടുവരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ഇവിടെ 14.94 എന്ന് പറയുന്നത് ന്യൂമറേറ്ററാണ്, അംശമാണ്. അംശത്തിലുള്ള ആളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒറ്റയടിക്ക് പറ്റില്ല. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് പറ്റുന്നത് എന്താ? 5.67 കൊടുക്കട്ടെ, നിന്നോട്ടെ. ഈ ഡിനോമിനേറ്റർ അഥവാ ഛേദം ഇങ്ങോട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, ഒരു ബുദ്ധിമുട്ടില്ല. ഹരിക്കണം എന്നുള്ളത് ഇങ്ങോട്ട് വരുമ്പോ എന്താവും? ഗുണിക്കണം എന്നാവും. അപ്പൊ ഇങ്ങനെ കിട്ടില്ലേ? ക്ലിയർ? ഛേദമാണ് ഇങ്ങോട്ട് പോരുക എപ്പോഴും, ഡിനോമിനേറ്റർ ആണ് ഇങ്ങോട്ട് പോരുക. ക്ലിയർ അല്ലേ? ഇനി എങ്ങനെ ഇവിടുന്ന് RE കണ്ടുപിടിക്കുക? ഈസി പരിപാടിയാണല്ലോ. ഇനി എങ്ങനെ RE കണ്ടുപിടിക്കുക? RE ഇവിടെ നിൽക്കട്ടെ, 14.94 ഇവിടെ നിൽക്കട്ടെ. ഈ ഗുണിക്കണം എന്നുള്ള 5.67 ഇങ്ങോട്ട് കൊണ്ടുപോയാൽ ഹരിക്കണം 5.67. ഇതെങ്ങനെ ഡിവൈഡ് ചെയ്യുക? മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആയല്ലോ. ഡിവിഷൻ എങ്ങനെ ചെയ്യുക? ഇത് ഹരിക്കണമെങ്കിൽ ആദ്യം ഈ പോയിന്റ് എന്നേക്കുമായി കളയണം. പോയിന്റ് എന്നേക്കുമായി കളയാൻ എന്താ ചെയ്യണ്ടേ? പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പർ ഉണ്ട്?
ഇവിടെയും 2 മുകളിലും 2 പോയിന്റ് കഴിഞ്ഞിട്ട് 2 ആണെങ്കിൽ 100 കൊണ്ട് ഗുണിക്കുക. പോയിന്റ് കഴിഞ്ഞിട്ട് 2 ആണെങ്കിൽ 100 കൊണ്ട് ഗുണിക്കുക. അപ്പൊ എന്താ കിട്ടുക? ഇവിടത്തെ പോയിന്റ് പോയി കിട്ടും 14,904 ബൈ ഇവിടത്തെ പോയിന്റ് പോയി കിട്ടും 567. ഇത് ഹരിച്ചാൽ എന്ത് കിട്ടുന്നോ ഈ ഡിവിഷന് ശേഷം കിട്ടുന്ന ആൻസർ ആണ് എന്ത്? നമ്മുടെ RE അഥവാ നിഴലിന്റെ നീളം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 2.63 എന്നാണ്. അപ്പൊ നിഴലിന്റെ നീളം എന്ന് പറയുന്നത് 2.63 മീറ്റർ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതേതാ ചോദ്യം? ഇവിടെ ഒരു ഉയരമില്ല, ഹൈറ്റ് ഇല്ല. ഓക്കെ ആണോ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? ഹൈറ്റ് ഉള്ള ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, ചോദ്യം നോക്കിയാലോ? ആ ചോദ്യം ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 123 ഓക്കെ, എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു മരത്തിന്റെ ചുവട്ടിൽ നിന്ന് 10 മീറ്റർ അകലെ നിൽക്കുന്ന ഒരാൾ മരത്തിന്റെ മുകളറ്റം 40 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. അയാളുടെ ഉയരം 1.7 മീറ്റർ ആണ്. മരത്തിന്റെ എന്ത് പൊക്കമുണ്ട്? അല്ലെ? ചോദ്യം ക്ലിയർ ആണ്, ഈസിയാണ്. ഓക്കെ, എ പേഴ്സൺ 1.7 meters tall standing 10 meters away from the foot of a tree sees the top of the tree at an angle of elevation of 40 degree. What is the height of the tree? നമുക്കൊന്ന് നോക്കല്ലേ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മൾ എന്ത് വരയ്ക്കുമ്പോഴും വീണ്ടും ഗ്രൗണ്ടിൽ നിന്ന് തുടങ്ങണം. എന്തൊക്കെയാണ് ഈ ഗ്രൗണ്ടിലുള്ളത്? ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ട്രീ, മരമുണ്ട്, ഒരാളുണ്ട്, ആ അയാൾക്ക് 1.7 മീറ്റർ നീളമുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ഒരു വര, അതാണ് ഇവിടുത്തെ ചേഞ്ച് അല്ലെ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നിട്ടോ ഇങ്ങനെ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്, ഒരു പേഴ്സൺ അല്ലെ? എന്നിട്ട് എന്താ സംഭവിച്ചേ? ഈ ആള് മരത്തിന്റെ മുകളിലേക്ക് നോക്കുന്നു. പക്ഷെ മരത്തിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ഒറ്റയടിക്ക് നോക്കുകയാണോ വേണ്ടത്? അല്ല, ഞാൻ പറഞ്ഞു ആ വ്യക്തിയുടെ ഹൈറ്റ് ഉണ്ടെങ്കിൽ, ഉയരമുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നേരെ വരയ്ക്കണം. ഇവിടെ എന്തെങ്കിലും ഒരു അക്ഷരം കൊടുക്കാം. ഓക്കെ, അതിനുശേഷം വേണം മുകളിലേക്ക് വരയ്ക്കാൻ. ഓക്കെ, അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന ഈ 40 ഡിഗ്രി ആംഗിളിനെയാണ്, ഇവിടെ ഉണ്ടാവുന്ന ആ ആംഗിൾ ആണ് 40 ഡിഗ്രി വരിക. അതിനെയാണ് മേൽക്കോൺ അഥവാ ആംഗിൾ ഓഫ് എലവേഷൻ എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഗ്രൗണ്ട് സ്വാഭാവികമായിട്ടും വേണം. മരം, ആൾക്ക് ഉയരമുണ്ട്, ഉയരമുള്ളതുകൊണ്ട് തന്നെ നേരെയുള്ള വര നിർബന്ധമാണ്. ക്ലിയർ ആണല്ലോ? എന്നിട്ട് എന്ത് വേണം? നമ്മൾ എന്തെല്ലാം തുടങ്ങുന്നത്? എപ്പോഴും ഫൈനൽ ആൻസർ തുടങ്ങുക. എന്താ ഫൈനൽ ആൻസർ? മരത്തിന്റെ ഉയരം അഥവാ മലയാളത്തില് ഹൈറ്റ്, സോറി ഇംഗ്ലീഷില് ഹൈറ്റ് ഓഫ് ദി ട്രീ അല്ലെ? ഈ ചിത്രപ്രകാരം ഈ ഫിഗർ വെച്ചിട്ട് ഏത് മുതൽ ഏത് വരെയാണ് മരത്തിന്റെ ഉയരമായിട്ടുള്ളത് നോക്കിക്കേ. ക്ലിയർ ആണല്ലോ? ഏത് മുതൽ ഏത് വരെയാണ്? T മുതൽ R വരെ. പക്ഷെ ഇവിടെ എന്താ വ്യത്യാസം? ഈ T മുതൽ R വരെ ഒറ്റ കഷ്ണമായിട്ടാണ് നിൽക്കണേ. ഇവിടെ കണ്ടോ? N മുതൽ R വരെ ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഞാൻ കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞു, ഇത് ഇവിടെ മുതൽ ഇവിടെ വരെ ഒന്നുമില്ലാത്തതുകൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷെ T മുതൽ R വരെ അങ്ങനെയാണോ? അല്ല, ഇവിടെ ഒരാളുണ്ട്. ആരാ? TE ഉണ്ട് പ്ലസ് ER ഉണ്ട് അല്ലെ? ഇവിടെ ഒരു E എന്ന് പറയുന്ന പോയിന്റ് വന്നതോടുകൂടി TR എന്ന് പറയുന്നതിനെ 2 കഷ്ണാക്കി. എങ്ങനെ? TEയും ER. ക്ലിയർ ആണല്ലോ? അപ്പോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി അറിയാമല്ലോ ചോദ്യത്തിൽ. എന്താ? ഇവിടെ 1.7 മീറ്റർ ആണ്. അപ്പൊ അപ്പുറത്തെ സൈഡിൽ തന്നെ ആയിരിക്കും 1.7 മീറ്റർ ആയിരിക്കും. പിന്നീട് ഒരു കാര്യം കൂടി നമുക്കറിയാലോ. എന്താ? മരവും ആളും തമ്മിലുള്ള അകലം 10 മീറ്റർ ആണ്. ഇവിടെ 10 മീറ്റർ ആണെങ്കിൽ ഇപ്പുറത്തും തന്നെ ആയിരിക്കും 10 മീറ്റർ തന്നെ ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് ഇങ്ങോട്ട് തന്നെ വന്നാൽ ഈ TEയുടെ നീളം നമുക്കറിയോ? നമുക്കറിയില്ല. അപ്പൊ TE തന്നെ പ്ലസ് ERന്റെ നീളം നമുക്കറിയാലോ എത്രയാണ്? 1.7. അപ്പൊ അത് എഴുതി വെക്കാം. അപ്പൊ നമ്മൾ എന്തിനാ തുടങ്ങിയേ? മരത്തിന്റെ ഉയരം കാണാൻ. മരത്തിന്റെ ഉയരം കാണാൻ വേണ്ടി തുടങ്ങിയ നമ്മൾക്ക് ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാം. എന്താ അത്? നമുക്ക് TR കണ്ടുപിടിക്കേണ്ട ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ല. TR കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏത് കണ്ടുപിടിച്ചാൽ മതി? TE കണ്ടുപിടിച്ചാൽ മതി. ഇനി എത്ര മതി അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കേണ്ട കാര്യം മനസ്സിലായാൽ എന്താണ് അടുത്ത സ്റ്റെപ്പ്? നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം. എന്താണ് അടുത്ത സ്റ്റെപ്പ്? അത് ഉൾപ്പെടുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ, അത് ഉൾപ്പെടുന്ന ഒരു മട്ടത്രികോണം. ഏത് ഉൾപ്പെടുന്നത്? ഈ TE ഉൾപ്പെടുന്ന ഒരു മട്ടത്രികോണം നോക്കണം. അതിവിടെ ഈസി ആണല്ലോ. ഏതാ? ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. മരങ്ങളെല്ലാം സ്ട്രൈറ്റ്. അപ്പൊ ഇവിടെയും 90 ഡിഗ്രി തന്നെ ആയിരിക്കും. ഒരു മാറ്റമില്ല. അപ്പൊ നമ്മുടെ മട്ടത്രികോണം അഥവാ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ TEP ആണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് നോക്കാം. ഈ 40 ഡിഗ്രിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട ആള് TE ആണല്ലോ
അല്ലെ? അയാൾ ഏതാ? ഈ 40 നിന്ന് നോക്കുമ്പോ ടി ഇ ഏതാ സൈഡ്? നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം, എതിർവശം അഥവാ ഓപ്പോസിറ്റ് സൈഡ് ആണ്. വിട്ടിട്ടല്ലേ നമ്മൾ എന്ത് വിളിക്കും? എതിർവശം എന്ന് വിളിക്കും. ഇനി ഏതെങ്കിലും ഒരു സൈഡ് തന്നിട്ടുണ്ടോ? തന്നെയാണ് നമ്മൾ ഇതേ സ്റ്റെപ്പായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യല്. ഇനി അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഏതെങ്കിലും വശം തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്, പി ഇ അല്ലെ? പി ഇ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 മീറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ ഏത് സൈഡാണ് ഈ പി ഇ? പി എന്ന് പറയുന്നത് ഏത് സൈഡാ? എതിർവശം ഉറപ്പ്, ഓപ്പോസിറ്റ് സൈഡ് വരും. ഇനി ഒന്നുകിൽ ഹൈപ്പോട്ന്യൂസ് അല്ലെങ്കിൽ അഡ്ജസന്റ് സൈഡ്, സമീപവശം അല്ലെങ്കിൽ കർണം, ഇതിലൊന്നേ അവശേഷിക്കുന്നുള്ളൂ. അതിലേതാവും? കർണം ഇവിടെ പോയി. ഹൈപ്പോട്ന്യൂസ് അഥവാ കർണം എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പൊ ഏതായിരിക്കും? സമീപവശം അല്ലെങ്കിലോ ഇംഗ്ലീഷില് അഡ്ജസന്റ് സൈഡ്. അപ്പൊ അത് കിട്ടി. എന്തൊക്കെ കിട്ടി? കണ്ടുപിടിക്കേണ്ടതും കിട്ടി, തന്നിട്ടുള്ളതും കിട്ടി. ഇവർ രണ്ടാളും അഥവാ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസന്റ് സൈഡും ഒരുമിച്ച് വരുന്നത് എവിടെയാണ്? എതിർവശവും സമീപവശവും ഒരുമിച്ച് വരുന്നത് ഏതിലാണ്? എന്നാലോചിച്ച് നോക്കിയില്ല. വീണ്ടും നമുക്ക് മനസ്സിലായി. നമ്മൾ വീണ്ടും ഉപയോഗിക്കേണ്ടത് ഏതാണ്? ടാൻ എ ആണ്. ടാൻ എ എന്താണ്? ടാൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് ഇംഗ്ലീഷിലും എതിർവശം ബൈ സമീപവശം എന്ന് മലയാളത്തിലും പറയാം, അല്ലെ? ഇനിയൊക്കെ നമുക്കറിയാം, ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്ങനെ? ടാൻ എ എന്ന് പറഞ്ഞാൽ എക്ക് പകരം 40. ടാൻ 40 സമം എതിർവശം അഥവാ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാ? ടി ഇ അല്ലെ? ബൈ സമീപവശം അഥവാ അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാ? പി ഇ ആണ്. പക്ഷെ അത് എഴുതണമെന്നില്ല, 10 എന്നൊരു ആൻസർ നമ്മുടെ ഉണ്ട്. മാത്സ് മാത്സ് എഴുതിയാൽ മതി, പിന്നെ ഇംഗ്ലീഷിലേക്ക് പോകണ്ട, അല്ലെ? പി ഇ എന്നൊക്കെ എഴുതണമെങ്കിൽ എഴുതാം, പക്ഷെ വെറുതെ ഒരു സ്റ്റെപ്പ് കൂടി എഴുതേണ്ടി വരും. ആവശ്യമൊന്നുമില്ല. ഓക്കെ ആണോ? എന്നാ അടുത്തത് പറഞ്ഞേ. ഇനി എന്താ ചെയ്യണ്ടേ? ടാൻ 40 എന്ന് പറഞ്ഞാൽ 0.83 ആണ്. ഓക്കെ, ടാൻ 40 0.83. നമുക്ക് ഇവിടെ നിന്ന് ടി ഇ കാണണം. കാണേണ്ട ആളെ നമ്മൾ മാക്സിമം അനക്കാതിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും നടക്കില്ല, ഞാൻ പറഞ്ഞുതരാം. എനിവേ, മാക്സിമം അനക്കാതിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ടി ഇ കാണണം. ഇവിടുന്ന് ടി ഇ കാണാൻ ആ ടി ഇ അവിടെ തന്നെ വെച്ചാൽ അതിന് അനക്കേണ്ട ആവശ്യമില്ല. പകരം എന്ത് ചെയ്താൽ മതി? ഈ ഹരിക്കണം 10 ഡിവൈഡഡ് ബൈ 10 ഇങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു 10 ആവും, ഗുണനമായി മാറും. ഇത് ഗുണിച്ചാൽ നമുക്ക് 8.3 എന്ന് കിട്ടും. അപ്പൊ ടി ഇ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8.3. ഇതെങ്ങനെ കിട്ടുക? 10 കൊണ്ടൊക്കെ ഗുണിക്കേണ്ട എങ്ങനെയാണ്? എളുപ്പപ്പണി ഉണ്ട്, ഇനി അറിയാത്തവർ ഇങ്ങനെയും ചെയ്യാം. തൽക്കാലം പോയിന്റ് ഒഴിവാക്കി ഗുണിക്കുക. അപ്പൊ 830 ആൻസർ കിട്ടും. എന്നിട്ടോ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ ഉണ്ട്. അപ്പൊ നമ്മുടെ ഉത്തരത്തിന്റെ വലതുവശത്ത് നിന്ന് 2 നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പൊ 8.3 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? 3.0 എന്ന് എഴുതേണ്ട ആവശ്യമൊന്നും ഇല്ല. ഇതോടുകൂടി നമുക്ക് ടി ഇയും കിട്ടി. ആ ടി ഇ കിട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഹൈറ്റ് ഓഫ് ദി ട്രീ അഥവാ മരത്തിന്റെ ഉയരം, അല്ലെ? മരത്തിന്റെ ഉയരം അഥവാ ഹൈറ്റ് ഓഫ് ദി ട്രീ എന്നുള്ളത് ടി ഇ എന്നുള്ളതിന് പകരം 8.3 പ്ലസ് 1.7 ഇവിടെ ഉണ്ട്, അത് എഴുതുക. അത് രണ്ടും കൂടി കൂട്ടിയാൽ വീണ്ടും 10 മീറ്റർ ആണ് എന്നുള്ള ഉത്തരത്തിലേക്ക് നമ്മൾ എത്തും. ഈസി അല്ലേ? ഹൈറ്റ് വന്നു വെച്ചിട്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? ഹൈറ്റ് ഉള്ളതും ഹൈറ്റ് ഇല്ലാത്തതൊന്നും വലിയ സംഭവം അല്ല. ഇനി മൂന്നാമത്തെ ചോദ്യത്തിൽ എന്താ വരിക? 2 ആംഗിൾ ഓഫ് എലവേഷൻ ഉണ്ടാവാം, അഥവാ 2 മേൽക്കോൺ ഉണ്ടാവാം. ഓക്കെ, 2 മേൽക്കോണുള്ള ചോദ്യങ്ങൾ പല രീതിയിൽ വരാം. ഓക്കെ ആണോ? പക്ഷെ അതിൽ ഏറ്റവും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഒരു തരം ചോദ്യമാണ് ഇപ്പൊ ചെയ്യുന്നത്. എല്ലാ ചോദ്യവും ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ ആണോ? എന്നാ ചോദ്യം നോക്കിക്കോളൂ. ഓക്കെ, ആ ചോദ്യം ഇങ്ങനെയാണ്. എ മാൻ സ്റ്റാൻഡിങ് ഓൺ ലെവൽ ഗ്രൗണ്ട് സീസ് ദ ടോപ്പ് ഓഫ് എ ഫാർ അവേ ഹിൽ അറ്റ് ആൻ എലവേഷൻ ഓഫ് 70 ഡിഗ്രി. മലയാളത്തിൽ പറഞ്ഞാൽ, ഒരു ലെവൽ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാള് ദൂരത്തുള്ള ഒരു കുന്നിന്റെ മുകൾ ഭാഗം 70 ഡിഗ്രി മേൽക്കോണിൽ കണ്ടു. എന്നിട്ടോ മൂവിങ് 100 മീറ്റേഴ്സ് ബാക്ക് ഹി സീസ് ഇറ്റ് അറ്റ് ആൻ എലവേഷൻ ഓഫ് 50 ഡിഗ്രി. 100 മീറ്റർ പുറകിലോട്ട് നടന്നിട്ട് അയാൾ ഇതേ കുന്നിന്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ 50 ഡിഗ്രിയിലാണ് അത് കണ്ടത്. ഓക്കെ, എന്നിട്ട് ഇവിടെ ടാൻ ഒക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് പറയാൻ പറഞ്ഞു? അപ്രോക്സിമേറ്റ് ഹൈറ്റ് ഓഫ് ദി ഹിൽ, ഏകദേശ ഉയരം, കുന്നിന്റെ ഏകദേശ ഉയരം കണ്ടെത്തുക. നിങ്ങൾക്ക് ഇനി മുതൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് ഓൾമോസ്റ്റ് ഹൈറ്റും ഡിസ്റ്റൻസും കാണുന്ന എല്ലാ ക്വസ്റ്റ്യൻസിലും ടാൻ ഉപയോഗിച്ചാൽ മതിയാവും. സൈനിന്റെയും കോസിന്റെയും ആവശ്യം മിക്കവാറും ഉണ്ടാവാറില്ല. റയറസ്റ്റ് ഓഫ് റയറസ്റ്റ് ആണ് സൈനും കോസ് ഒക്കെ വരുന്നത്. ക്ലിയർ ആണോ? അപ്പോ ഇനി മുതൽ ചോദ്യം ഹൈറ്റോ ഡിസ്റ്റൻസോ ആണെങ്കിൽ അവിടെ ടാൻ മതി. അകലമോ ഉയരമോ ആണെങ്കിൽ ഏത് മതി? ടാൻ മതി. അപ്പൊ ഈ ചോദ്യത്തിൽ എന്താ കാണാൻ പറഞ്ഞത്? ഹൈറ്റ് ഓഫ് ദി ഹിൽ, കുന്നിന്റെ ഉയരം. അപ്പൊ തന്നെ മനസ്സിലാക്കാം അവിടെ എന്ത് മതി? ടാൻ മതി. നമുക്കൊന്ന് ചിത്രം വരച്ചു നോക്കല്ലേ?
ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലെവൽ ഗ്രൗണ്ട്, പറഞ്ഞാലും ഇല്ലെങ്കിലും നമ്മുടെ ഗ്രൗണ്ട് ഒക്കെ വളരെ ലെവലായിരിക്കും. അവിടെ എന്തുണ്ട്? ഒരു കുന്നുണ്ട്, ആയിക്കോട്ടെ. എന്നിട്ടോ ഒരാള് ഈ ഗ്രൗണ്ടിൽ നിന്നിട്ട് കുന്നിനെ നോക്കുന്നുണ്ട്. പക്ഷെ അയാളുടെ ഉയരം ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇത് നമ്മുടെ ഹിൽ, കുന്ന് അല്ലെ. ഇവിടെ അയാള്, ആ വ്യക്തി എന്ന് പറയുന്നത് ഇവിടെ. എന്തുകൊണ്ടാ? അയാൾക്ക് ഹൈറ്റ് തന്നിട്ടില്ല. വേണ്ട, ഹൈറ്റ് തന്നവർ വരണ്ടാവും, ഹൈറ്റ് തന്നില്ലെങ്കിൽ ഒരു പോയിന്റ്. ഇത്രയല്ലേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ. എന്നിട്ട് അയാൾ ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്തു? മുകളിലേക്ക് നോക്കി. മുകളിലേക്ക് നോക്കിയപ്പോൾ ഈ കോണളവ് എത്രയായിരുന്നു? ആംഗിൾ ഓഫ് എലവേഷൻ മേൽക്കോൺ 70 ഡിഗ്രിയാണ്. പിന്നീട് അയാൾ 100 മീറ്റർ പുറകിലേക്ക് നടന്നു. എന്നിട്ട് ഇവിടെ എത്തി എന്ന് വിചാരിക്കാം അല്ലെ. ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ഇവിടെ പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇവിടെയും മല വരയ്ക്കണം, ഇവിടെയും മല വരയ്ക്കണം, ചെറിയ വ്യത്യാസം. ഇവിടെ നിന്ന് വീണ്ടും കുന്നിന്റെ മുകളിലേക്ക് നോക്കി. അപ്പൊ ഈ കോണളവ് 50 ഡിഗ്രി ആയിട്ട് മനസ്സിലായി. ഓക്കെ ആണോ? എന്നിട്ട് എന്ത് പറഞ്ഞു? എന്നിട്ട് നമ്മളോട് പറഞ്ഞു ഈ കുന്നിന്റെ ഏകദേശം ഉയരം കാണുക. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഈ കുന്നിന്റെ ഉയരം കാണാൻ ശ്രമിച്ചു നോക്കിയാലോ. ഓക്കെ, നമുക്ക് കിട്ടേണ്ട ആൻസർ എന്ന് തുടങ്ങാം എപ്പോഴത്തെയും പോലെ. എന്താ? കുന്നിന്റെ ഉയരം. കുന്നിന്റെ ഉയരം എന്തായിരുന്നു ഇംഗ്ലീഷില്? ഹൈറ്റ് ഓഫ് ഹിൽ എന്ന് പറഞ്ഞാൽ ഏത് മുതൽ ഏത് വരെയാണ്? ഇതാ ഈ ചിത്രപ്രകാരം എച്ച് മുതൽ എല്ല് വരെ. എച്ച് മുതൽ എല്ല് വരെ. ഓക്കെ, എച്ച് മുതൽ എല്ല് വരെയാണ് കാണുന്നത്. അത് 2 കഷ്ണമൊക്കെ ആണോ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ? ഇല്ല, ഒന്നുമില്ല, സിംഗിൾ പീസ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചാൽ പോലെ, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി എന്താ വേണ്ടത്? ഹില്ല് കണ്ടുപിടിക്കണം. എച്ച് എൽ അല്ലെ കണ്ടുപിടിക്കണം. എച്ച് എൽ കണ്ടുപിടിക്കണമെങ്കിൽ അതുപോലുള്ള ഒരു റൈറ്റ് ട്രയാങ്കിൾ വേണ്ടേ? അതുപോലുള്ളത് മീൻസ് അത് ഉൾപ്പെടുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ, മട്ടത്രികോണം വേണ്ടേ? അതേതാ? ഒന്നുകൂടെ നോക്കിക്കേ. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് 2 മട്ടത്രികോണങ്ങൾ കാണാം. ഏതൊക്കെയാണ്? അതിൽ ഒന്നാമത്തത് എച്ച് എൽ പി ആണ്. എച്ച് മുതൽ എൽ പി വരെ അല്ലെ, അത് ശരിയാണ്, ഒന്ന്. അടുത്തത് ഏതാ? എച്ച് എൽ എൻ. എച്ച് എൽ എൻ. ഇതിലേതാ ഉപയോഗിക്കുക? 2 റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ, 2 മട്ടത്രികോണം ഉണ്ടെങ്കിൽ രണ്ടും ഉപയോഗിക്കണം. ക്ലിയർ? 2 റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ അഥവാ 2 മട്ടത്രികോണം ഉണ്ടെങ്കിൽ രണ്ടും നമ്മൾ ഉപയോഗിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ആദ്യം ഏതെങ്കിലും ഒന്ന് എടുക്കാം. ഏത് വേണം എടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ എച്ച് എൽ പി എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ആദ്യം തന്നെ വേണമെങ്കിൽ എച്ച് എൽ എൻ എടുക്കാം, പ്രശ്നമൊന്നുമില്ല. ക്ലിയർ? നമുക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞു തന്ന ഒരു കാര്യമുണ്ട്. എന്താ? ഹൈറ്റ് ആണ് കാണേണ്ടത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്, അകലമോ ഉയരമോ ആണ് കാണേണ്ടത് എങ്കിൽ എന്താവശ്യമില്ല? സൈനും കോസും ആവശ്യമില്ല. സ്വാഭാവികമായിട്ട് ഇവിടെ ഏതാ? ടാൻ. ടാൻ എ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് അഥവാ എതിർവശം ബൈ സമീപവശം അല്ലെ. ഈ എച്ച് എൽ പിയില് എ അഥവാ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതാ അവിടെ 70 അല്ലെ. ഓപ്പോസിറ്റ് അഥവാ എതിർവശം ഏതാ? 70 വെച്ച് നോക്കുമ്പോൾ എതിർവശം ഏതാ? എച്ച് എൽ അല്ലെ. അവിടെ കട്ടെ. അടുത്തത് ഏതാ? സമീപവശം ഏതാ? ഇവിടെ 90 ഡിഗ്രി ആവുമല്ലോ, അങ്ങനെ വരാവൂ. അപ്പൊ അതിന് എതിർവശം ഏതാ? ഹൈപ്പോട്ന്യൂസ് അഥവാ കർണമാണ്. അപ്പൊ സമീപവശം അഥവാ അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ അതേതായിരിക്കും? ഓട്ടോമാറ്റിക് ആയിട്ട് അത് പിന്നെ ഒരു ഓപ്ഷനും ഇല്ല, പി എൽ മാത്രമേ വരുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടാൻ 70 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ടാൻ 70 എന്ന് പറഞ്ഞാൽ 2.74 ആണ്. അപ്പൊ ടാൻ 70 എന്ന് പറഞ്ഞാൽ 2.74 അല്ലെ. നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തി എന്താ ചെയ്യല്? നമ്മുടെ കഴിഞ്ഞ 2 ചോദ്യത്തിൽ ഇവിടെ നമ്പറുകളായിരുന്നു, 18 എന്നോ 10 എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു. പക്ഷേ ഇവിടെ പി എൽ അല്ലെ, പി എൽ ആണ്. പി എൽ ആണെങ്കിൽ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാല്ല. ഞാൻ ഒന്നാമത്തെ ചോദ്യത്തിലെ ഈ ഭാഗത്തിലെ ഇന്നെടുത്ത ഈ ക്ലാസ്സിലെ ഒന്നാമത്തെ ചോദ്യത്തിലെ ബി ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ന്യൂമറേറ്ററിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. എന്റെ ഓപ്ഷൻ ഉള്ളൂ ഡിനോമിനേറ്ററിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക എഴുതും അല്ലെ. അപ്പൊ ഈ ഡിവൈഡഡ് ബൈ പി എൽ അല്ലെങ്കിൽ ഹരിക്കണം പി എൽ എന്നുള്ളത് ഇങ്ങോട്ട് വന്നാൽ എന്താവും? ഇൻറ്റു ഗുണിക്കണം പി എൽ എന്നാവും. ബാക്കി ഇവിടെ ആരൊറ്റയ്ക്കാവും? എച്ച് എൽ ഒറ്റയ്ക്കാവും. ആയിക്കോട്ടെ, ഈ ഗുണന ചിഹ്നം ഇടണം എന്ന് നിർബന്ധം ഇല്ല എന്നുള്ളത് കൊണ്ട് ഇതിനെ ഇങ്ങനെ വായിക്കാം. എന്ത്? 2.74 പി എൽ അല്ലെ. അഥവാ ഇത് നമ്മൾ മുമ്പൊക്കെ 2x 3x എന്നൊക്കെ എഴുതില്ലേ, അതുപോലൊരു കാര്യമാണ്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു എക്സ് ഒക്കെ എടുക്കാം, ഇവിടെ ഒരു വൈ ഒക്കെ കൊടുക്കാം. പക്ഷെ ഞാൻ കോംപ്ലിക്കേഷൻ വേണ്ട എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇതിന് എക്സ് വൈ എന്ന് എഴുതുന്നതിന് പകരമാണ് ഇവിടെ എന്ത് ചെയ്തത്? പി എല്ലും എച്ച് എല്ലും എഴുതിയിട്ടുള്ളത്. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ? ഇനിയിപ്പോ അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇനി അവിടെ എന്ത് നോക്കിയാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ തൽക്കാലം ഇതിനെ 1 എന്നിട്ട് വെക്കാം. എന്തായി 1? ഒന്ന് നോക്കി വെച്ചോ, കുറച്ച് കഴിഞ്ഞാൽ ആവശ്യം വരും. ഓക്കെ ആണോ? ഒന്ന് നോക്കി വെച്ചോളൂ. അപ്പൊ നമുക്ക് മനസ്സിലായി ഒന്നാമത്തെ
ഒന്നാമത്തെ വട്ടത്രികോണം റൈറ്റ് ട്രയാങ്കിൾ യൂസ് ചെയ്തപ്പോൾ സംഗതി പാതി വഴിക്ക് പോയിട്ട് നിന്നു അല്ലേ? പാതിയല്ല അല്ലേ? ഒരു 90% പരിപാടി കഴിഞ്ഞിട്ട് പോയിട്ട് അവിടെ നിന്നു. ഓക്കെ, ഇനി എന്താ ചെയ്യാ? അവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതാ നമ്മുടെ അടുത്ത റൈറ്റ് ട്രയാങ്കിളിലേക്ക് വരണം. ഏതാ? ട്രയാങ്കിൾ HLN അല്ലേ? നോക്കാം. HLN എടുത്താലും നോക്കിക്കേ, നമുക്ക് വീണ്ടും അറിയാവുന്ന സത്യാവസ്ഥ എന്താ? ടാൻ മതി, എന്ത് വേണ്ട? കോസും സൈനും ഒന്നും വേണ്ട. വീണ്ടും ടാൻ എ സമം ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് എതിർവശം ബൈ സമീപവശം. എ എന്ന് പറയുമ്പോൾ ഈ HLN-ല് 50 ഡിഗ്രിയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ എന്തായി? ടാൻ 50 സമം ഈ 50-ൽ നിന്ന് എതിർവശം നോക്കിയാൽ ഏതാ? വീണ്ടും എതിർവശം ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ HL ആണ് അല്ലെ? സമീപവശം അഥവാ അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഏതാ? ഓട്ടോമാറ്റിക് ആയിട്ട് ഇതാ N മുതൽ L വരെ. പക്ഷെ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാണ്ടല്ലോ. എന്താ? ആ NL ഒറ്റ കഷ്ണാണോ? അല്ലല്ലോ. NL എന്ന് പറയുന്നത് ഒറ്റ കഷ്ണമല്ല. എത്ര കഷ്ണ? 2 കഷ്ണ. അപ്പൊ ടാൻ 50-ന് പകരം നമുക്ക് 1.19 എന്ന് കൊടുക്കാം. HL-ന് പകരം ഒന്നും കൊടുക്കാനില്ല. പക്ഷേ NL എന്ന് പറയുന്നത് ഏതാ? ഇവിടത്തെ ഈ 100-ഉം പ്ലസ് ഇവിടത്തെ ഈ PL-ഉം കൂടിയതല്ലേ? ആണല്ലോ. ഈ 100-ന് പകരം വേണമെങ്കിൽ NP എന്നൊക്കെ എഴുതാം. വെറുതെ ഒരു സ്റ്റെപ്പ് അധികം ഉള്ളൂ, കാര്യമൊന്നുമില്ല. ഓക്കെ, NP എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ NP-ക്ക് പകരം 100 എന്ന് എഴുതാം. അത്രേ ഉള്ളൂ. പക്ഷെ PL-ന് പകരം നമുക്ക് ഒന്നും എഴുതാൻ അറിയില്ല. അപ്പൊ എന്തെന്നെ എഴുതണം? PL. ഇനി എന്താ ചെയ്യാ? എല്ലാ ചോദ്യത്തിലും ഒരേ കാര്യമാണ്. ഇനി എന്താ ചെയ്യാ? ഇതാണ് കൊടുത്താൽ എന്താ അടുത്ത പരിപാടി? ഈ ഹരണം ഇങ്ങോട്ടേക്ക് പോരണം. എല്ലാ ചോദ്യത്തിലും അങ്ങനെ. ഓക്കെ, ആ ഡിവിഷൻ ഇങ്ങോട്ട് പോന്നാൽ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പൊ ഇവിടെ ആര് വെയിറ്റ് ചെയ്യുന്നുണ്ട്? 1.19 വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇൻറ്റു അല്ലെ? ഇവരിവിടെ നിന്ന് ഒരുമിച്ചിട്ടല്ലേ ഇങ്ങോട്ട് പോരുന്നത്. അതുകൊണ്ട് അവർക്കൊരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മുടെ ചെയ്യൽ തെറ്റും. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് ഇവർക്ക് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തത്? ഇങ്ങനെ ആലോചിച്ചാൽ കാര്യവും കാരണമൊക്കെ വിടുക. ഇവർ ഇവിടെ നിന്ന് ഒരുമിച്ചിട്ടല്ലേ ഇങ്ങോട്ട് പോകുന്നത്. ഒരുമിച്ച് പോകുന്നവരെ നമ്മളൊരു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ എഴുതുന്നു. അത്രേ ഉള്ളൂ. ഈക്വൽ ടു അപ്പുറത്തെ ആദ്യത്തേക്കായി HL. ഇനി ഇതെങ്ങനെ ഗുണിക്കുക? ഈ 1.19 കൊണ്ട് 100-നെയും ഗുണിക്കണം, 1.19 കൊണ്ട് PL-നെയും ഗുണിക്കണം. ഓക്കെ, രണ്ടുപേരെയും ഗുണിക്കണം എന്ന് മനസ്സിലാവാനാണ് ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തത് യഥാർത്ഥത്തിൽ. ഓക്കെ ആണോ? അപ്പൊ ഇങ്ങനെ വരും. 1.19 ഗുണിക്കണം 100 പ്ലസ് 1.19 ഗുണിക്കണം PL. പക്ഷെ ഗുണിക്കണം എന്നിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സമം HL. ഇത് ഗുണിച്ചാൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഗുണിച്ചു നോക്കുക കേട്ടോ. നേരത്തെ ഇതിലാ ചെയ്ത് കഴിഞ്ഞ ചോദ്യത്തിലുണ്ട്. ചെയ്ത പോലെ ചെയ്തു നോക്കുക. എനിക്ക് ഉത്തരം അറിയാം, 119. ഓക്കെ, 119 പ്ലസ് ബാക്കിയുള്ളതിന് എന്തെങ്കിലും മാറ്റം വരുത്താൻ കഴിയുമോ നോക്കുക. എന്നെ സംബന്ധിച്ച് ഇവിടെ ഒരു മാറ്റവും വരുത്താൻ പറ്റില്ല. അപ്പൊ ഇത്രയേ പറ്റുള്ളൂ. ഇനി ഇവിടെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? നമ്മുടെ മുന്നിൽ ഒരു ഓപ്ഷനും ഇല്ല. അപ്പൊ നേരത്തെ 1 ഇട്ട സ്ഥിതിക്ക് ഇവിടെ എന്ത് ചെയ്യാം? 2. എന്താ 2? 2 കൂടി നമ്മളൊരു വഴിക്കാക്കും അല്ലെ? ഒരുത്തനെ നോക്കി വെച്ചിട്ടുണ്ട്, വേറൊരുത്തൻ വന്ന് കിട്ടിയിട്ടുമുണ്ട്. അപ്പൊ 2 കൂടി നമ്മളെ ഒരു വഴിക്കാക്കും എന്ന് മനസ്സിലാക്കാം. എന്നാ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. 1ഉം 2ഉം ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. 1ഉം 2ഉം സൂക്ഷിച്ചു നോക്കി എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം എന്താ? 2-ന്റെയും സമം കഴിഞ്ഞിട്ട് അഥവാ വലതുവശം, 2-ന്റെയും വലതുവശം എന്താ? HL ആണ് അല്ലെ? 2-ന്റെയും വലതുവശം ഒരുപോലെയാണ് അല്ലെ? ക്ലിയർ ആണല്ലോ. ഒരുപോലെ എന്നുള്ളൊരു പ്രാധാന്യമുണ്ട്. ഓക്കെ ആണോ? അപ്പൊ ഇതുവരെ ചെയ്തത് ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഈ സൈഡാണ് വായിക്കായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കി ഒന്നുകൂടി പോസ് ചെയ്ത് ഒന്നുകൂടി കേട്ടു നോക്കി. ക്ലിയർ ആണോ? അപ്പൊ എന്താ മനസ്സിലായേ? 2-ന്റെയും വലതുവശം ഒരുപോലെയാണ് അല്ലെ? ഒരുപോലെ എന്നുള്ളത് മാത്സിൽ എങ്ങനെ എഴുതുക? ഈക്വൽ ടു സമം. എന്താ ഈക്വൽ ടു? 1 നോക്കി വെച്ചിട്ടുണ്ട് ഓനും രണ്ടാമത്തോനും ഈക്വൽ ആണ്. ഏതൊക്കെ എവിടെന്നാ മനസ്സിലായേ? ഈ വലതുവശം ഈക്വൽ ആയാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഇടതുവശം എന്തായിക്കോളും? ഈക്വൽ ആയിക്കോളും. ഓക്കെ, റൈറ്റ് സൈഡ് ഈക്വൽ ആയ സ്ഥിതിക്ക് ലെഫ്റ്റ് സൈഡ് എന്തായിക്കോളും? ഈക്വൽ ആയിക്കോളും. ആ അർത്ഥത്തിലാണ് ഇവിടെ 1 ഈക്വൽ ടു 2. രണ്ടുപേരും തുല്യമാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഇങ്ങനെ ഒന്ന് എഴുതി വെക്കാം. എന്നിട്ടോ നമുക്ക് ആ ഈക്വൽ ആയ സൈഡില്ലേ, ഈ HL വലതുവശം, അത് നമുക്ക് വേണ്ട. ഈക്വൽ ആയി കിട്ടിയാൽ പിന്നെ അതിനെ കുറിച്ച് നമ്മൾ കൂടുതലൊന്നും ആലോചിക്കേണ്ട. ഈ HL എന്നുള്ള ആ HL-ഓടൊക്കെയാണ് ഒഴിവാക്കുക. L നമുക്ക് വേണ്ട. ക്ലിയർ? ഈക്വൽ എന്ന് നമുക്ക് ക്ലിയറായി മനസ്സിലാവുന്ന ഭാഗത്തെ ഒഴിവാക്കി ബാക്കിയുള്ളവരെ എഴുതുക. ആരൊക്കെ ഇവിടെ? 2.74 PL അല്ലെ? ഈക്വൽ ടു ഇവിടെ ആരാ ബാക്കി? 119 പ്ലസ് 1.19 PL. സിമ്പിൾ. ക്ലിയർ ആണോ? എങ്ങനെയാണ്?
ഇവിടെ ബാക്കിയുള്ള ഈ ഇടതുവശത്തെയും ഇവിടത്തെ ഈ ഇടതുവശത്തെയും ഈക്വൽ ടു ഇട്ട് എഴുതുക. സിമ്പിൾ. വലതുവശം നമുക്ക് ആവശ്യമില്ല, കാരണം ഈക്വൽ ആയി പോയി. ഓക്കെ ആണോ? ഇനി ഇവിടെ നിന്ന് എങ്ങനെയും നമുക്ക് പി എൽ കിട്ടുക? രണ്ട് സൈഡിൽ പി എൽ ഉണ്ടല്ലേ, നിങ്ങൾ ഇതിൽ ഏത് പി എല്ലാണ് കണ്ടുപിടിക്കുക? ഇപ്പൊ എക്സ് ആണെന്ന് വിചാരിക്കുക, രണ്ട് സൈഡിൽ എക്സ് ഉണ്ട് വിചാരിക്കുക. കണ്ടുപിടിക്കാൻ കഴിയുമോ? കണ്ടുപിടിക്കാൻ കഴിയില്ല. രണ്ട് സൈഡിലും കണ്ടുപിടിക്കേണ്ട ആളുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് ചെയ്യാം? ഈ വലുതിന് 2.74 ആണ് വലുത്. എന്തുകൊണ്ട്? 1.19 വലുതാണ്. സിമ്പിൾ അല്ലെ? 2.74 അതവിടെ കട്ടെ. ഈ കൂട്ടണം 1.19 ഇങ്ങോട്ട് വന്നാൽ കുറയ്ക്കണം 1.19 പി എൽ. പിന്നെ അവിടെ ബാക്കി ആരാ? 119 ആണല്ലോ. ഇതെങ്ങനെ കുറയ്ക്കുക? ഇത് കുറയ്ക്കാൻ ഈസി ആണല്ലോ. ഇതാ ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട്. ഒന്ന് കുറയ്ക്കുക. എങ്ങനെ കുറയ്ക്കുക? ആദ്യത്തെ 2.74 അങ്ങനെയാണ് എഴുതുക, മൈനസ്. ഇനി ശ്രദ്ധിക്കേണ്ടത്, പോയിന്റ് ഉള്ളത് കുറയ്ക്കുമ്പോൾ, ഡെസിമൽ കുറയ്ക്കുമ്പോൾ ആദ്യത്തെ പോയിന്റിന് നേരെ താഴെയാണ് രണ്ടാമത്തെ പോയിന്റ് വരാം. ഓക്കെ, ഈ പോയിന്റ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടിട്ടുണ്ട്. അതിന് തൊട്ടിപ്പുറത്ത് ആരുണ്ട്? ഒന്നുണ്ട്. തൊട്ടപ്പുറത്ത് വീണ്ടും ഒരു ഒന്നുണ്ട്. അതിന്റെ അപ്പുറത്ത് ഒരു 9 ഉണ്ട്. ഇങ്ങനെ പോയിന്റ് ഒന്നിന് താഴെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ട് വേണം നമ്മളെ കുറയ്ക്കാൻ. 4 9 കുറയ്ക്കാൻ പറ്റില്ല. അപ്പൊ 6 എടുത്തു, 14 ആയി. 14 നിന്ന് 9 കുറച്ചാൽ 5, 6 പോയാൽ 5, 2 1 പോയാൽ 1 അല്ലേ? അപ്പൊ ഇത് കുറച്ചപ്പോ 1.55 പി എൽ എന്ന് കിട്ടി. ഈ 119 ഒരു മാറ്റവും ഇല്ലല്ലോ. ഇവിടെ ഗുണിക്കണം എന്നല്ലേ, അപ്പൊ പി എൽ എങ്ങനെ കിട്ടുക? ഇവിടെ ഗുണിക്കണം എന്നാണ്, പിന്നെ എങ്ങനെ പി എൽ കിട്ടുക? ഒന്ന് നോക്കിക്കേ, എങ്ങനെ കിട്ടുക? ഈ ഗുണിക്കണം 1.19 അങ്ങോട്ട് കൊണ്ടുപോയാൽ ഹരിക്കണം 1.19 അല്ലട്ടോ, സോറി, 1.55 അങ്ങോട്ട് കൊണ്ടുപോയാൽ എന്താവും? ഹരിക്കണം 1.55. ഹരണം ഇങ്ങോട്ട് പോന്നാൽ ഗുണനം, ഇവിടെ അങ്ങോട്ട് പോയാൽ ഹരണം അല്ലേ? ഹരണം ഇങ്ങോട്ട് പോന്നാൽ ഗുണനം, ഗുണനം അങ്ങോട്ട് പോയാൽ ഹരണം. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ആവും. ഇത് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പി എൽ കിട്ടും. ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കല്ലേ. അപ്പൊ നമുക്ക് 76.77 എന്ന് കിട്ടും. എന്താ നമുക്ക് ശരിക്കും കിട്ടിയത്? ഈ നീളം 76.77 ആണെന്ന് കിട്ടി അല്ലേ? കിട്ടി, ആയിക്കോട്ടെ. പക്ഷെ അപ്പോഴും നമ്മുടെ ചോദ്യം അതാണോ? അല്ല. നമ്മളോട് അത് കണ്ടുപിടിക്കാനല്ല പറഞ്ഞു. നമ്മൾ ഏതാ കണ്ടുപിടിക്കണ്ടേ? നമ്മൾ കണ്ടുപിടിക്കേണ്ട എച്ച് എൽ ആണല്ലേ. അതിന് സിമ്പിൾ ആണ്. പുട്ട് പി എൽ ഇസ് ഈക്വൽ ടു 76.77 ഇൻ 1. എന്താ ഇതിന്റെ അർത്ഥം മലയാളത്തില്? പി എൽ സമം 76.77 എന്ന് ഒന്നിൽ കൊടുക്കുക. എന്താ ഒന്നിൽ കൊടുക്കുക എന്ന് വെച്ചാൽ, നമ്മളെ ഒരുത്തനെ അവിടെ നോക്കി വെച്ചിട്ടുണ്ടേ. ഒരു ഒന്നിനെ നമ്മൾ അവിടെ നോക്കി വെച്ചിരിക്കുന്നു. എന്തായിരുന്നു ആ ഒന്ന്? ഓർമ്മ ഉണ്ടോ? 1 എന്ന് പറഞ്ഞാൽ 1.19 പി എൽ ഈക്വൽ ടു എച്ച് എൽ എന്നല്ലേ? അല്ലേ? ഈ ഒന്നിൽ പി എല്ലിന് പകരം എന്ത് കൊടുക്കണം? 76.77. എന്തുകൊണ്ടാ? ഇവിടെ ഗുണിക്കണം എന്നല്ലേ? അപ്പൊ 1.19 ഇൻറ്റു പി എല്ലിന് പകരം 76.77. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എച്ച് എൽ കിട്ടും. അത് ചെയ്താൽ അപ്പൊ എന്താ ഉത്തരം കിട്ടുക? 76.77 ഗുണിക്കണം 1.19 എന്ന് പറഞ്ഞാൽ 91.35 ആണ്. 91.35 ആണ് എച്ച് എൽ. എച്ച് എൽ എന്ന് പറഞ്ഞാൽ എന്താ? എച്ച് എൽ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഹൈറ്റ് ഓഫ് ദി ഹിൽ, കുന്നിന്റെ ഉയരം. ക്ലിയർ ആണോ? ഇവിടെ എന്താ പ്രത്യേകത ഈ ചോദ്യത്തിന്റെ? 2 ആംഗിൾ ഓഫ് എലവേഷൻ അഥവാ മേൽക്കോൺ വന്നു. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പാഠത്തിലെ അവസാനത്തെ ടോപ്പിക്കിലേക്ക് പോയാലോ, കണ്ടന്റിലേക്ക് പോയാലോ? ആശയം എന്താ അവസാനത്തെ പോയിന്റ്? ആംഗിൾ ഓഫ് ഡിപ്രഷൻ, കീഴ്ക്കോൺ. ഇവിടെ നമുക്ക് നോക്കാനൊന്നുമില്ല. കീഴ്ക്കോൺ വരയ്ക്കുമ്പോൾ ഒരാളുടെ ഹൈറ്റ് തന്നാലും ഇല്ലെങ്കിലൊക്കെ ഒരുപോലെ തന്നെയാണ്. ഹൈറ്റ് ഉണ്ടെങ്കിൽ ഹൈറ്റ് കൂടി വരയ്ക്കണം. എങ്ങനെ? ഇപ്പൊ ഗ്രൗണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ഒരാൾ നിൽക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് ഇപ്പൊ ആ ബിൽഡിങ്. ഓക്കെ, ഒരാൾ നിൽക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ അയാൾ അവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, പകരം ഒരാൾ നിൽക്കുന്നുണ്ട്, അയാൾക്ക് 1.7 മീറ്റർ ഉയരമുണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഇത് കൂടി എഴുതണം. എന്തുകൊണ്ടാ? അയാളുടെ ഉയരം കൂടി നമ്മൾ വരയ്ക്കണം. ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് അയാളുടെ ഉയരം കൂടി വരയ്ക്കണം. ഇത്രയേ വ്യത്യാസമുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ? ആദ്യത്തെ നോട്ടം സ്ട്രൈറ്റ് ആയിട്ട് നോക്കണം, പിന്നത്തെ നോട്ടം വേണം താഴേക്കുള്ളത് നോക്കാൻ. ഓക്കെ, എവിടെയാണ് ആംഗിൾ ഓഫ് എലവേഷൻ ഡിപ്രഷൻ എഴുതുക? കീഴ്ക്കോൺ എവിടെ എഴുതുക? അതെല്ലാവർക്കും തെറ്റും. എല്ലാവരും ഇവിടെ കൊടുന്നേരിക്കും. അങ്ങനെയാണോ? അല്ല, ഇവിടെ അല്ല. കീഴ്ക്കോൺ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. എപ്പോഴും ഇവിടെയാണ് കീഴ്ക്കോൺ. ഇതാണ് കീഴ്ക്കോൺ അഥവാ ആംഗിൾ ഓഫ്
ഡിപ്രഷൻ എന്ന് പറയുന്നത്. ചെറിയ കാര്യമാണ്, ഞാൻ വേഗം പറഞ്ഞു തരും കേട്ടോ. ഓക്കെ, ഇവിടെ എ ആണെങ്കിൽ ഇത് എന്തായിരിക്കും? ഈ ഒരു ആംഗിൾ എത്രയായിരിക്കും? 90 - a ആയിരിക്കും. അഥവാ ഇവിടെ 50 വിചാരിക്കുക, അപ്പൊ ഇതെന്തായിരിക്കും? 40. 40 എങ്ങനെ കിട്ടിയേ? 90 50 കുറച്ച 40. ഇവിടെ 40 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 50. എന്തുകൊണ്ടാ? 90 40 കുറച്ച 50. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട്. എന്താ? ഇവിടെ എ ആണെങ്കിൽ ഇവിടെയും എ തന്നെ ആയിരിക്കും, എല്ലായ്പ്പോഴും അങ്ങനെ ആയിരിക്കും. അഥവാ ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും 30. ഈ രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഉപയോഗിക്കാനൊന്നും വരില്ല. പക്ഷെ ഒന്നുകിൽ ഈ രീതിയിൽ കോൺ എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഈ രീതിയിൽ കോൺ എടുക്കേണ്ടി വരും. അപ്പൊ രണ്ടിലൊന്നും ഉറപ്പാണ്. ഇത്രയും സിമ്പിൾ കാര്യമാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് വരുന്ന ആദ്യത്തെ ചോദ്യം 125 പേജിലെ രണ്ടാമത്തെ ചോദ്യമാണ്. ഇതിനെ എടുക്കുന്നത്. ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് എ പേഴ്സൺ സീസ് ദി ഫുട്ട് ഓഫ് എ ഷോപ്പ് 30 meters away at an angle of depression 25 degree. What is the height of the building? അല്ലെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന് മലയാളത്തിൽ പറഞ്ഞ എന്താ? ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും ഒരാള് 30 മീറ്റർ അകലെയുള്ള ഒരു കടയെ 25 ഡിഗ്രി കീഴ്ക്കോണിൽ കാണുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾ നിൽക്കുന്ന ആ ബിൽഡിങ്ങിന്റെ ഉയരം എത്രയാണ്? കടയുടെ ഉയരമല്ല, ബിൽഡിങ്ങിന്റെ ഉയരാണ്. ശ്രദ്ധിക്കണം. വരയ്ക്കല്ലേ? വരയ്ക്കുമ്പോൾ മാറ്റൊന്നുമില്ല. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഗ്രൗണ്ട് വരയ്ക്കണം. എന്നിട്ടോ അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അപ്പൊ ഞാനത് മാർക്ക് ചെയ്തു. ഇതാണ് നമ്മുടെ ബിൽഡിംഗ്. ഈ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക് ഒരാൾ ഉണ്ട് അല്ലേ? പക്ഷെ അയാളുടെ ഉയരം തന്നിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഈ പോയിന്റ് തന്നെയാണ് അയാൾ. ഓക്കെ ആണോ? ക്ലിയർ അല്ലേ? ഇനി അയാൾ 30 മീറ്റർ വിട്ടിട്ട്, അപ്പൊ 30 മീറ്റർ വിട്ടിട്ട് അറിയുമ്പോൾ ഇവിടെ എന്ന് വിചാരിക്കാം, ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട്. പക്ഷെ ആ ഷോപ്പിന്റെ ഉയരം കാണാനും പറഞ്ഞിട്ടില്ല, ആ ഷോപ്പിന്റെ ഉയരം തന്നിട്ടുമില്ല. ഇല്ലല്ലോ. അപ്പൊ പിന്നെ ആ ഷോപ്പ് എന്ന് പറയുന്നത് എന്ത് മതി? ഒരു പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിന്റെ മുകളിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. ആൾക്ക് ഉയരമില്ലാത്തതുകൊണ്ട് ഈ പോയിന്റ് ആണ് ആള്. അവിടെ നിന്ന് 30 മീറ്റർ വിട്ടിട്ട് ഒരു ഷോപ്പ് ഉണ്ട്. ഷോപ്പിന്റെ ഉയരം കാണാനും പറഞ്ഞിട്ടില്ല, പിന്നീട് ഷോപ്പിന്റെ ഉയരം തന്നിട്ടുമില്ല. അപ്പൊ ആ പോയിന്റ് ഇട്ട് വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ നിൽക്കുന്നു, ഒരാൾ നിൽക്കുന്നു. ഫസ്റ്റത്തെ നോട്ടം എങ്ങനെ? ഇവിടെ ഹൈറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ ഒരേ പരിപാടിയാണ്. ഫസ്റ്റത്തെ നോട്ടം എങ്ങനെയാണ്? സ്ട്രൈറ്റ്. ഓക്കെ ആണോ? സ്ട്രൈറ്റ് ആയിട്ട് നോക്കി. ക്ലിയർ? ഇനിയോ അടുത്ത നോട്ടം നേരെ ഈ ഷോപ്പിലേക്ക്. അപ്പൊ ഇവിടെ ഉണ്ടാവുന്ന കീഴ്ക്കോൺ അഥവാ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ 25 ഡിഗ്രി ആണെന്ന് കൂടി ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനിയോ ഇവിടെ നമുക്ക് ഈ ത്രികോണത്തിന്റെ, ഈ ട്രയാങ്കിളിന്റെ അകത്തുള്ള ഏതെങ്കിലും ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. ഇവിടെയാണ് കിട്ടുക. അത് എപ്പോഴും ആംഗിൾ ഓഫ് ഡിപ്രഷനിലെ കീഴ്ക്കോണിൽ ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ട്രയാങ്കിളിന്റെ, ത്രികോണത്തിന്റെ പുറത്തായിരിക്കും ആംഗിൾ ഉണ്ടാവുക. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കറിയാലോ ഇതെങ്ങനെ കണ്ടുപിടിക്കുക. 90 - 25 എന്താ വരിക? 65 ആണ്. അല്ലെങ്കിലോ ഇത് 25 ആയാലും ഇവിടെയും എന്തായിരിക്കും? 25 ആയിരിക്കും. അത് ഏത് വേണം ഉപയോഗിക്കാൻ എന്നുള്ളത്. ചില സമയത്ത് രണ്ടും ഉപയോഗിക്കാൻ പറ്റും, ചില സമയത്ത് ഇതിൽ ഒന്നേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെ തീരുമാനമാവുക? അത് തീരുമാനമാവണമെങ്കിൽ ചോദ്യത്തിൽ ടാൻ 65 ആണോ തന്നത് അതോ ടാൻ 25 ആണോ തന്നത് എന്നറിയണം. ഈ ചോദ്യം ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലാവുകൊണ്ട് ടാൻ 65 25 ഒന്നും തന്നിട്ടില്ല. അപ്പൊ നമ്മുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം. ഞാൻ ഇവിടെ ടാൻ 65 ഉപയോഗിക്കുന്നു. അഥവാ ഈ 65 ഡിഗ്രി കോണാണ്, ആംഗിൾ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ 25 ഉപയോഗിക്കാം. ഓക്കെ, പരീക്ഷയ്ക്ക് എന്താണോ തന്നത് അതിനനുസരിച്ച് ചെയ്യാം. രണ്ടും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം. 25 മാത്രമേ തന്നുള്ളൂ എങ്കിൽ എനിക്ക് 65 വെച്ച് ചെയ്യണം എന്ന് വാശി പിടിച്ചിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ 65 തന്നു, അപ്പൊ 25 വെച്ച് ചെയ്യണം എന്ന് വാശി പിടിച്ചിട്ടും കാര്യം ഇല്ല. ഏത് വേണേലും ഉപയോഗിക്കേണ്ടി വരാം. ക്ലിയർ ആണല്ലോ? ഇന്ന് അവിടെ നോക്കിക്കേ, നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്? ചിത്രമല കഴിഞ്ഞു. ഫസ്റ്റ് സ്റ്റെപ്പ് എപ്പോഴും ഒരേ സ്റ്റെപ്പ്. എന്താ നമ്മുടെ ഫൈനൽ ആൻസർ? ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്. ബിൽഡിങ്ങിന്റെ ഉയരം അല്ലെ? കെട്ടിടത്തിന്റെ ഉയരം. ഏത് മുതൽ ഏത് വരെയാണ് ഈ ചിത്രപ്രകാരം? നമുക്ക് ക്ലിയർ ആണ്. ഏത് മുതലാ? ബി മുതൽ എൽ വരെ അല്ലെ? ആ ബി മുതൽ എൽ വരെ ഉള്ളത് 2 കഷ്ണാണോ? അല്ല, ഒറ്റ കഷ്ണാണ്. അപ്പൊ പിന്നെന്താ? ഒരു ചോദ്യചിഹ്നം ഇട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് മനസ്സിലായി, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി എൽ ആണ് അല്ലേ? അപ്പൊ എന്താ അടുത്ത പരിപാടി? കുറെ ഇല്ലേ പറയുന്നു. എന്താ അടുത്ത പരിപാടി? ആ ബി എൽ ഉൾപ്പെടുന്ന രീതിയിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ, ബി എല്ലിന് കൂടി ഉൾപ്പെടുന്ന രീതിയിൽ ഒരു മട്ടത്രികോണം എടുക്കണം. അത്രയല്ലേ ഉള്ളൂ. നോക്കാം. ഈ ബി എല്ലിന് കൂടി ഉൾപ്പെടുന്ന ഒരു മട്ടത്രികോണം ഇവിടെ ഏതാ? ഒറ്റ തന്നെ ഉള്ളൂ. ഏതാ? ബി എൽ എസ് അല്ലെ? അതാണ് നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ. റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയാൽ എന്താ അടുത്ത സ്റ്റെപ്പ്? ഈസി ആണല്ലോ. ഏതാ? ടാൻ ഉപയോഗിക്കുക. തന്നെയല്ലേ എല്ലാത്തിലും ചെയ്യണേ. ടാൻ എന്ന് വെച്ചാൽ എന്താ?
ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് അല്ലേ, എതിർവശം ബൈ സമീപവശം. അപ്പൊ ടാൻ എക്ക് പകരം ആംഗിൾ എത്രയും ഇവിടെ 65 എഴുതാം. ടാൻ 65 സമം ഓപ്പോസിറ്റ് അഥവാ എതിർവശം. ഈ 65 നോക്കുമ്പോ എതിർവശം ഏതാ? ഇതാ ഇവിടെ 30 ആയിക്കോട്ടെ, 30 ബൈ ഈ 65 നോക്കുമ്പോ ആരാ സമീപവശം? ഇവിടെ 90 ആവുകൊണ്ട് ഇത് കാരണം ഇത് ഹൈപ്പോട്ന്യൂസ് ആയി പോയി. അപ്പൊ ഇതാണ് അഡ്ജസന്റ് സൈഡ് അഥവാ സമീപവശം. ഏതാ? BL. ക്ലിയർ ആണോ? ഇതൊക്കെ തന്നെ നമ്മൾ എപ്പോഴും ചെയ്യണേ, ഇതിൽ ഡൗട്ട് അടിക്കല്ലേ. അപ്പൊ എന്തായി? ടാൻ 65 സമം 30 ബൈ BL അല്ലെ. ടാൻ 65 എന്ന് പറഞ്ഞാൽ 2.14 അപ്പൊ 2.14 അല്ലെ, അതെഴുതി. ഇനിയോ നമ്മുടെ എപ്പോഴത്തെ പരിപാടി? നമുക്ക് ഈ 30 ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് BL കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. ഡിനോമിനേറ്റർ അഥവാ ഛേദം എന്ന് പറയുന്നത് മാത്രമേ ഇങ്ങോട്ട് പോരുള്ളൂ, അഥവാ ഹരിക്കണം ഡിവിഷൻ എന്നുള്ള ഭാഗം മാത്രമേ ഇങ്ങോട്ട് പോരുള്ളൂ. അപ്പൊ ഈ ഡിവൈഡഡ് ബൈ BL, ഹരിക്കണം BL ഇങ്ങോട്ട് പോകുന്നത് എന്തായി? ഗുണിക്കണം BL ആയി അല്ലെ. ഇവിടെ ആരൊറ്റയ്ക്കായി? 30 ഒറ്റയ്ക്കായി. ഇനി എങ്ങനെ ഇവിടെ നിന്ന് BL കണ്ടുപിടിക്കുക? ഈസി ആണല്ലോ, 30 ഇവിടെ ഉണ്ടല്ലോ. ഈ ഗുണിക്കണം 2.14 അങ്ങോട്ട് പോയാൽ ഹരിക്കണം 2.14. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? BL കിട്ടും. BL എന്ന് പറഞ്ഞാൽ എന്താ? ബിൽഡിങ്ങിന്റെ ഉയരം, ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് അല്ലേ. ഈസി ആണല്ലോ. കീഴ്ക്കോണ് വന്നു വെച്ചിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇനി 2 കീഴ്ക്കോണ് ഒന്നു വരും ചിലപ്പോ, അപ്പോഴും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? നമ്മൾ 2 മേൽക്കോൺ ചെയ്ത പോലെ തന്നെയാണ് 2 കീഴ്ക്കോൺ വരുന്നത്. ഞാൻ കാണിച്ചാൽ ഇതിന്റെ ഉത്തരം എന്താ? ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 14.01 എന്നാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി 14.01 മീറ്റർ ആണ് ആ കെട്ടിടത്തിന്റെ അഥവാ ബിൽഡിങ്ങിന്റെ ഉയരം. ഇനി ഒരു പക്ഷേ എന്തുണ്ടാവാം? 2 കീഴ്ക്കോൺ വരാം, ചെറിയൊരു വ്യത്യാസം. ഇതാ ഒരു ഗ്രൗണ്ട്, വീണ്ടും ഒരു ബിൽഡിംഗ് ആവാം. ഓക്കെ, ഇവിടെ എന്തെങ്കിലും ഒരു ഷോപ്പ് ഉണ്ടാവാം, ബിൽഡിങ്. അയാൾക്ക് ഒരു ഹൈറ്റ് ഉണ്ടാവാം, ചിലപ്പോൾ ഹൈറ്റ് ഇല്ലാതിരിക്കാം. എന്തോ ആയിക്കോട്ടെ, ഹൈറ്റ് ഉണ്ടായിക്കോട്ടെ, ഇല്ലാതിരുന്നോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, എന്താ വ്യത്യാസം? ഇതൊരു ഷിപ്പാന്ന് വിചാരിക്കാം, ഷോപ്പ് കിട്ടും, ഷിപ്പായിക്കോട്ടെ. ഇയാള് ഇവിടെ നിന്ന് ആദ്യം ഇങ്ങനെ നേരെ നോക്കി അല്ലെ, എന്നിട്ട് നേരെ ഈ ഷിപ്പിലേക്ക് നോക്കി. അപ്പൊ ചിലപ്പോൾ ഈ ആംഗിൾ ഓഫ് എലിവേഷൻ 25 ആയേക്കാം, മേ ബി. പിന്നെ ഷിപ്പ് കുറച്ചുകൂടി നീങ്ങി, ഒരു 100 മീറ്റേഴ്സ് നീങ്ങി. ഓക്കെ, അപ്പൊ ഷിപ്പ് 2 ടെസ്റ്റ് ചെയ്താൽ പറ്റില്ല, അപ്പൊ ഇവിടെ P എഴുതി. ഓക്കെ, അയാൾ ഇവിടെ നിന്ന് വീണ്ടും നേരെ നോക്കേണ്ട ആവശ്യം വീണ്ടും ഇല്ല, അതുകൊണ്ട് അത് വരയ്ക്കണ്ട. പക്ഷെ കീഴ്പ്പെട്ട് നോക്കി. അപ്പൊ ഒരു പക്ഷേ ഈ ആംഗിൾ എത്ര ആയിരിക്കാം? 75 ആയിരിക്കാം, എന്തെങ്കിലും എനിത്തിങ്. 2 ആംഗിൾ ഓഫ് ഡിപ്രഷൻ, 2 കീഴ്ക്കോൺ വരും. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നമുക്ക് 2 മേൽക്കോൺ വന്നില്ലേ? 2 മേൽക്കോൺ വന്നപ്പോ എന്താ ചെയ്തേ? 2 റൈറ്റ് ട്രയാങ്കിൾസ്, 2 മട്ടത്രികോണങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ അതിന്റെ സിറ്റുവേഷൻ ഏതാ? PL, P മുകളിൽ ഇരുന്നല്ലേ, സോറി. അപ്പൊ അങ്ങനെ ഇവിടെ H കിട്ടുന്നു. ഓക്കെ, PLH, ഒന്ന് PLH, ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ മട്ടത്രികോണമാണ്. അടുത്തതോ ട്രയാങ്കിൾ PLS, രണ്ടെണ്ണം ഉണ്ടല്ലോ. രണ്ടിലും എന്ത് ചെയ്യുക? ടാൻ ഉപയോഗിക്കുക. രണ്ടിലും ടാൻ ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഇക്വേഷൻ നമ്പർ 1 കിട്ടും, ഇവിടെ ഇക്വേഷൻ നമ്പർ 2 കിട്ടും. ഒന്ന് നോക്കി വെച്ചോ, രണ്ടും കൂടി പ്രശ്നമാണ്, ഓർമ്മണ്ടോ? ഇതൊക്കെ തന്നെയാണ്. അടുത്തത് എന്താ? 1 സമം 2 എഴുതുക. ഇത് നമ്മൾ ചെയ്തതാണല്ലോ. അവിടെ മേൽക്കോണായിരുന്നു, ഇവിടെ കീഴ്ക്കോണാണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നം. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യം കൂടിയിട്ട്, ലാസ്റ്റ് ചോദ്യം. അതെന്താ? ഒരു ചോദ്യത്തിൽ തന്നെ മേൽക്കോണും കീഴ്ക്കോണും വരാം, അങ്ങനെ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഇതാണ്, ഈ പാഠത്തിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എ ബോയ് സ്റ്റാൻഡിംഗ് ഓൺ ദ ടോപ്പ് ഓഫ് എ ടവർ 20 meters high saw the top of a building at an angle of elevation of 50 degree and its base at a depression of 30 degree. എന്താണ്? 20 മീറ്റർ ഉയരമുള്ള ഒരു ടവറിന്റെ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് നോക്കുന്ന ഒരു ആൺകുട്ടി മറുവശത്തുള്ള ഒരു കെട്ടിടത്തിന്റെ മുകൾ ഭാഗം 50 ഡിഗ്രി മേൽക്കോണിലും അതിന്റെ താഴ്ഭാഗം 30 ഡിഗ്രി കീഴ്ക്കോണിലും കണ്ടു. ചോദ്യം ക്ലിയർ ആണോ? നമുക്കൊന്ന് വരച്ചു നോക്കാം, എന്നിട്ട് ABCDക്കൊക്കെ പോവാം. എന്താണ്? സ്വാഭാവികമായിട്ട് ഒരു ഗ്രൗണ്ട് ഉണ്ട് അല്ലെ. എന്താ പറഞ്ഞേ? ഒരു ഗോപുരം, അതിന് 20 മീറ്റർ ഉയരമുണ്ട്. അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു കുട്ടി, പക്ഷെ കുട്ടിയുടെ ഹൈറ്റ് തന്നിട്ടില്ല, അതുകൊണ്ട് ഒരു പോയിന്റ്. അപ്പൊ ഇതാണ് ഗോപുരം, ടവർ. ഓക്കെ, ഇവിടെ നിൽക്കുന്ന ഒരു കുട്ടി, ഇപ്പുറത്തുള്ള ഒരു കെട്ടിടം, ബിൽഡിംഗ്. ഓക്കെ, ആ ബിൽഡിങ്ങിന്റെ മുകൾ ഭാഗം എത്ര ഡിഗ്രി മേൽക്കോണിൽ കണ്ടു? ആംഗിൾ ഓഫ് എലിവേഷൻ ആയിരുന്നു. ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നത് 50 ഡിഗ്രി ആയിരുന്നു. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ആദ്യം നമ്മൾ നേരെ വരയ്ക്കണം. കെട്ടിടത്തിന്റെ ഒക്കെ മുകളിലാണ്, ഉയരമുണ്ട്, അപ്പൊ വരയ്ക്കണം. കുട്ടിയുടെ ഉയരമില്ലാന്നേ ഉള്ളൂ, ടവർ ഉണ്ടല്ലോ. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നേരെ മേപ്പെട്ട് നോക്കുന്നു. അപ്പൊ എത്ര ഡിഗ്രി മേൽക്കോണിലാണ്? എത്രയായിരുന്നു?
50 ഡിഗ്രി മേൽക്കോണിൽ അഥവാ ആംഗിൾ ഓഫ് എലിവേഷനിൽ കണ്ടു. ഓക്കെ അല്ലേ? ശേഷം ഈ കുട്ടി ഇവിടുന്ന് നേരെ ബിൽഡിങ്ങിന്റെ താഴേക്ക് നോക്കി. ഇനി സ്ട്രൈറ്റ് വ്യൂ വീണ്ടും വരയ്ക്കേണ്ട ആവശ്യമുണ്ടോ? നേരെ നോട്ടം പിന്നെ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇത് നേരെ ഇങ്ങനെ കീഴ്പോട്ട് നോക്കിയപ്പോൾ അത് 30 ഡിഗ്രിയിലാണ് കണ്ടത്. ഓക്കെ ആണോ? 30 ഡിഗ്രിയിൽ കാണുക എന്നുള്ളത് അവിടെ ക്ലിയർ. 30 ഡിഗ്രി താഴത്തേക്ക് കണ്ടു. ഓക്കെ, ഇങ്ങനെയാണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് എന്ത് ചെയ്യാം? എന്തെങ്കിലും ഒരു അക്ഷരം കൊടുക്കാം. എനിവേ എന്തെങ്കിലും. ഓക്കെ, ഇനി നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത്? ഇതിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ 4 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം ഇപ്പൊ ചെയ്തു. ഇതാണ് എ ക്വസ്റ്റ്യൻ. എന്താ? ഡ്രോ എ റഫ് ഫിഗർ അക്കോർഡിംഗ് ടു ദി ഗിവൺ ഡാറ്റ. തന്നതനുസരിച്ച് ഒരു ഏകദേശ ചിത്രം വരയ്ക്കുക. റഫ് ആണെന്ന് പറഞ്ഞിട്ട് തോന്നിയ പോലെ ഒന്നും വരയ്ക്കരുത്. പെൻസിൽ സ്കെയിലൊക്കെ ഉപയോഗിച്ച് തന്നെ വരയ്ക്കുക. ഇനി അടുത്തത് ബി എന്താ? ബി എന്ന് പറയുന്നത് ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടവർ ആൻഡ് ദി ബിൽഡിംഗ്. ഈ ടവറും ഈ ബിൽഡിങ്ങും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അകലം കാണുക. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ടാൻ 50 തന്നിട്ടുണ്ട്, കോസ് 50 തന്നിട്ടുണ്ട്, സൈൻ 50 തന്നിട്ടുണ്ട്. വേറെ ചില കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതുണ്ട്. ഓക്കെ, എങ്ങനെയാണ് നമ്മളോട് എന്താ കണ്ടുപിടിച്ചത്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഏതാണ്? ടവർ ആൻഡ് ബിൽഡിംഗ്. മലയാളത്തിലെ കെട്ടിടവും ഗോപുരവും തമ്മിലുള്ള അകലം ഏത് മുതൽ ഏത് വരെയാണ് ഈ ചിത്രപ്രകാരം? നോക്കിക്കേ, W മുതൽ L വരെ അല്ലെങ്കിൽ L മുതൽ W വരെ ആണല്ലോ. അത് 2-3 പീസ് ആണോ? അല്ല, ഒറ്റ കഷ്ടാണ്. ആയിക്കോട്ടെ, ചോദിച്ചിട്ടേക്കാം അല്ലേ? അപ്പൊ നമുക്ക് മനസ്സിലായി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് LW ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും LW വരുന്ന രീതിയിൽ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഇവിടെ ഉണ്ടാവണ്ടേ? അതേതാ? TWL. ക്ലിയർ അല്ലേ? LW വരുന്ന രീതിയിലുള്ള റൈറ്റ് ട്രയാങ്കിൾ TWL. ഇത് കിട്ടിയാൽ നമ്മൾ എന്താ? ഇവിടെ അകലമാണ്, ഡിസ്റ്റൻസ് ആണ്. സൈനും കോസും ഉണ്ടോ? വെറുതെ സൈനും കോസും വേണ്ട, ആവശ്യമില്ല. ഏതാ? ടാൻ എ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് അഥവാ എതിർവശം ബൈ സമീപവശം. സ്റ്റെപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേ ഇരിക്കട്ടെ എല്ലാ ചോദ്യത്തിലും. ടാൻ എ എന്ന് പറഞ്ഞാൽ ഇവിടെ ആംഗിൾ ശ്രദ്ധിക്കണം. ഏത് ആംഗിൾ എടുക്കും? ഇവിടെ 30 വന്ന സ്ഥിതിക്ക് ഇത് എന്തായിരിക്കും? 30 ആയിരിക്കും. അല്ലെങ്കിൽ ഇവിടെ 30 വന്ന സ്ഥിതിക്ക് ഇവിടെ 60. പക്ഷേ ടാൻ 60 ടാൻ 30 തന്നിട്ടില്ല. ചോദ്യപ്രകാരം ടാൻ 60 തന്നിട്ടില്ല, ടാൻ 30 തന്നിട്ടില്ല. പക്ഷെ നമ്മുടെ ടെസ്റ്റിലൊരു ബോക്സ് ഉണ്ട്, സൈനിന്റെയും കോസിന്റെയും. അത് പഠിപ്പിച്ച ടീച്ചേഴ്സ് ഒപ്പം ടാനും പഠിപ്പിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ടാൻ 60 ടാൻ 30 ഒക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് പ്രകാരം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ഓക്കെ, ഞാൻ ഇവിടെ 60 ഡിഗ്രി ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ 30 ഉപയോഗിക്കാം, ഏത് വേണേലും ഉപയോഗിക്കാം. പക്ഷേ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു ടേബിള് വിത്ത് ടാനും കൂടി ഉൾപ്പെടുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ ഈ 60 ഡിഗ്രിയാണ് ഉപയോഗിക്കുന്നത്. ടാൻ 60 സമം ഈ 60 നിന്ന് നോക്കുമ്പോൾ എതിർവശം ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ WL അല്ലെ? സമീപവശം അഥവാ അഡ്ജസന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ അടുത്തുള്ളത്? അത് എത്രയാണ്? 20 ആണ്. ഈസി ആണല്ലോ അല്ലെ? ഈസി കാര്യമാണ്. അതിലൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. അതൊക്കെ ചെയ്ത് ഒരു വഴിയിലായി. ഓക്കെ, ഞാൻ ഇതിന്റെ ബാക്കി ഇവിടെ എഴുതാണ്. ടാൻ 60 എന്ന് പറഞ്ഞാൽ √3 ആണ് ആ ടേബിൾ പ്രകാരം. √3 എന്നുള്ളതിന് പകരം വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 1.73 എന്നും എഴുതാം. √3ന്റെ വില എന്താണ്? 1.73. നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് വേണേലും എഴുതാം. ഇങ്ങനെ എഴുതിയാലും 2 രീതിയിൽ എഴുതിയാലും ശരിയാണ്. അപ്പൊ ഇവിടെ ആരാ ബാക്കി? ഇവിടെ എല്ലാവരും അങ്ങനെ തന്നെ. ഇനി ഇവിടെ എങ്ങനെ WL കിട്ടുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങനെ WL കിട്ടുക? WL ഇവിടെ കട്ടെ അല്ലെ? ഈ ഹരിക്കണം, ഡിവിഷൻ ഇങ്ങോട്ട് പോയില്ലേ? ഡിവിഷൻ ഇങ്ങോട്ട് പോന്നാൽ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോ 20 × √3 ആവും, അല്ലെങ്കിൽ √3 × 20 ആവും. എന്ത് വേണേ പറയാം അല്ലെ? 20 × √3 എന്ന് പറയാം, √3 × 20 എന്ന് പറയാം. പക്ഷെ ആ ഇൻറ്റു ഇടേണ്ട ആവശ്യമില്ല. അപ്പൊ 20 √3 WL എന്ന് പറഞ്ഞാൽ 20 √3 ആണ്. താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. 20 × 1.73 ഒക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൂടുതൽ നല്ലൊരു ആൻസറിലേക്ക്, ഏകദേശം 34.6 എന്ന് പറയുന്ന ഒരു ആൻസറിലേക്ക് എത്താം. അതിന്റെ ആവശ്യമില്ല, ഇങ്ങനെ എഴുതിയാലും മതി. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് WL കിട്ടി. എന്താ WL? അതല്ലേ നമുക്ക് ആവശ്യം. എന്താ? LW അല്ലെങ്കിൽ WL, എങ്ങനെ വേണേ പറയാട്ടോ, ഒന്നും പ്രശ്നമില്ല. അതാണല്ലോ നമ്മുടെ ആൻസർ. എത്രയാണ്? 20 √3. ഇനി വേണമെങ്കിൽ 34.6 ആവാനാണ് സാധ്യത. ഓക്കെ, എന്ന് വേണമെങ്കിൽ എഴുതാം. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് എന്താ? സി. ഫൈൻഡ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി ടോപ്പ് ഓഫ് ദി ടവർ ടു ദി ബേസ് ഓഫ് ദി ബിൽഡിംഗ്. ഇവിടെ ഒരു ചേഞ്ച് ഉണ്ട്, ക്വസ്റ്റ്യനിൽ ഒരു ചേഞ്ച് ഉണ്ട്. അത് നല്ലതാ. എന്താ പറഞ്ഞേ? ടോപ്പ് ഓഫ് ദി ടവർ. അതെവിടെ? 90 അല്ലെ? ടവറിന്റെ മുകളിൽ നിന്ന്
ബേസ് ഓഫ് ദി ബിൽഡിംഗ്, ബിൽഡിങ്ങിന്റെ താഴ്ഭാഗത്തേക്കുള്ള അകലം കാണുക. ഓക്കെ, അതെങ്ങനെ കാണും ഒന്ന് ആലോചിച്ച്. അഥവാ നമ്മളിവിടെ കാണുന്നത് ടി എൽ ആണ്. പല രീതിയിൽ ചെയ്യാം. ഓക്കെ, പക്ഷെ നമ്മൾക്ക് കുറച്ച് നമ്മുടേതായ രീതികളൊന്ന് ശ്രമിച്ചു നോക്കിയാലോ. ടി എൽ കണ്ടുപിടിക്കണമെങ്കിൽ ടി എൽ ഉൾപ്പെടുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ വേണ്ടേ? ഇവിടെ ഈസി ആയിട്ടുണ്ടല്ലോ. ഏതാ? ടി ഡബ്ല്യു എൽ നമ്മുടെ ഉണ്ട് ഓൾറെഡി. ടി ഡബ്ല്യു എൽ, അതിൽ ടി എല്ലും പെടുന്നുണ്ടല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ടി എൽ കാണാൻ ആ ട്രയാങ്കിൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ടി എൽ എന്ന് പറയുന്ന സൈഡ് ഇവിടെ 90 ഡിഗ്രി 90 ഡിഗ്രി ആവുകൊണ്ട് തന്നെ ഈ 90 എതിർവശത്തെ നമ്മൾ എന്ത് വിളിക്കും? കർണം അഥവാ ഹൈപ്പോട്ടന്യൂസ് എന്ന് വിളിക്കല്ലേ അല്ലെ? ഇവിടെ നമുക്ക് ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി വേണമെന്നില്ല. അതെന്തുകൊണ്ടാ? കാരണം നമുക്ക് ഈ ഡബ്ല്യു എൽ അറിയാം, 20√3 അല്ലെ? അത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഇവിടെ പൈതഗോറസ് ഉപയോഗിച്ചാലും മതി. എങ്ങനെ? ഈ സൈഡിനെ നമ്മൾ എന്ത് വിളിക്കും? അഥവാ ഡബ്ല്യു എൽ എന്ന് പറഞ്ഞാൽ 20√3 ആണ്. അതിനെ ബേസ് അഥവാ പാദം എന്ന് വിളിക്കും. ഇനിയോ ഈ സൈഡിനെ, സ്ട്രൈറ്റ് ആയിട്ടുള്ള ഈ സൈഡിനെ അഥവാ ടി ഡബ്ല്യു 20 ആണ്. അതിനെ നമ്മൾ ആൾട്ടിറ്റ്യൂഡ് അഥവാ ലംബം എന്ന് വിളിക്കും, ആൾട്ടിറ്റ്യൂഡ് അല്ല. ക്ലിയർ അല്ലേ? രണ്ട് സൈഡ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടല്ലോ അല്ലെ? രണ്ട് സൈഡ് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ സൈഡ് അല്ലേ കണ്ടുപിടിക്കണ്ടേ? ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാം, ട്രിഗണോമെട്രിയൊക്കെ ഉപയോഗിക്കാം, ത്രികോണമിതി ചെയ്യാം. പക്ഷെ ആവശ്യമൊന്നുമില്ല, നമുക്ക് എങ്ങനെയായാലും ഉത്തരം കിട്ടിയാൽ. രണ്ട് സൈഡ് തന്നിട്ട് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാനല്ലേ? ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് തന്ന് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാനാണെങ്കിൽ ഏറ്റവും നല്ലത് പൈതഗോറസ് ആണ്. ഒരു വട്ടത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ തന്ന് മൂന്നാമത്തെ വശം കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ലത് ഏതാണ്? പൈതഗോറസ്. എന്താ പൈതഗോറസ് പറയുന്നത്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. മലയാളത്തിലെ കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലെ? ഇവിടെ ഹൈപ്പോട്ടന്യൂസ് അഥവാ കർണം എന്ന് പറയുന്നതാണ് ടി എൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടി എൽ സ്ക്വയർ ആയി. ആയിക്കോട്ടെ. പാദം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര? ബേസ് 20√3 ആണ്. അപ്പൊ 20√3 സ്ക്വയർ. കാരണം എന്തോട്ട് അവിടെ ബ്രാക്കറ്റിലുള്ള കാരണം എന്താ? ഇനിയിപ്പോ ഒന്ന് നോക്കുക. ലംബം സ്ക്വയർ എന്ന് പറഞ്ഞാൽ ലംബം എന്ന് പറഞ്ഞാൽ ഇവിടെ 20. അപ്പൊ അത് ഡയറക്റ്റ് 20 സ്ക്വയർ ഇട്ടാൽ മതി. പക്ഷെ ഇവിടെ 20√3 ബ്രാക്കറ്റ് ഇട്ടു. അതെന്തുകൊണ്ടാ? അതിന്റെ അർത്ഥം 20 വേറെ √3 വേറെ കിട്ടോ. ഓക്കെ, അത് രണ്ടും ഒന്നല്ല. 20 × √3 ആണല്ലോ ശരിക്കും. ഗുണനം എന്നുള്ള ഇൻറ്റു എന്നുള്ള ചിഹ്നം ഇടണ്ടാന്ന് മാത്രം. അങ്ങനെ വരുമ്പോ ഇവിടെ രണ്ടാൾക്കാരുണ്ട്. രണ്ടാൾക്കാർ വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കണം. അതിന്റെ അർത്ഥം എന്താ? ഈ 20ന്റെ സ്ക്വയറും കാണണം, √3ന്റെ സ്ക്വയറും കാണണം എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ ആണോ? പ്ലസ് ഇവിടെ വീണ്ടും 20ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 400 ആണ്. ഇവിടെ 400 എന്ന് കിട്ടിയ പിന്നെ ഇവിടെ ടെൻഷൻ ഒന്നും എടുക്കേണ്ട. ഇവിടുത്തെ 200ന്റെ സ്ക്വയറും 20ന്റെ സ്ക്വയറും 400 ആണ്. ഇവിടെ കണ്ടോ, സ്ക്വയറും റൂട്ടും ഒരുമിച്ച് വന്നാൽ രണ്ടും പോയി. പിന്നെ അവിടെ എന്താ ബാക്കി? 3 ആണ് ബാക്കി. പ്ലസ് ഇവിടെ എന്താ വരിക? 400 തന്നെ. അപ്പൊ 400ഉം 400ഉം കൂട്ടിയാൽ 800, 800 കൂടെ 3 കൂട്ടിയാൽ 803. എന്താ 803 എന്ന് പറഞ്ഞാൽ ഏതാ? ടി എൽ സ്ക്വയറാ. പക്ഷെ നമുക്ക് സ്ക്വയർ വേണോ? വേണ്ട, ടി എൽ മതി. എന്റെ ക്ലാസ് ആദ്യം തൊട്ട് കാണുവാൻ അറിയാം, ഇവിടെ ഒന്നും അധികം ഡൗട്ട് ഉണ്ടാവില്ല. സ്ക്വയർ വേണ്ട, നമുക്ക് ടി എൽ മതി. അപ്പൊ എന്താ ചെയ്യുക? സ്ക്വയറിന് അപ്പുറത്തേക്ക് തട്ടുക, റൂട്ടാക്കുക. 803 √803 ഇത് മതി. ഏകദേശം ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ഒരു 29ന്റെ അടുത്തായിരിക്കും. അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 29 ആയിരിക്കും. ഓക്കെ, ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ട് നല്ല. അപ്പൊ അതും കിട്ടി. ഇനി എന്താ വേണ്ടേ? ഇനി നമ്മളോട് അവസാനമായിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്. അപ്പൊ ഡി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്. ഞാൻ ഡയറക്റ്റ് എഴുതാം. ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാ? ബി മുതൽ എൽ വരെയാണ്. കെട്ടിടത്തിന്റെ ഉയരം എന്ന് പറഞ്ഞാൽ ബി മുതൽ എൽ വരെയാണ്. പക്ഷെ ഒറ്റ കഷ്ണാണോ? അല്ല. ഏതൊക്കെയാണ്? ബി ഇ പ്ലസ് ഇ എൽ ഉണ്ട്. ഇതിൽ ആരെങ്കിലും നമുക്കറിയോ? അറിയാലോ. ഇവിടെ 20 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 20. അപ്പൊ നമുക്ക് ബി ഇ അറിയില്ല, പോട്ടെ. ഇ എൽ എത്രയാണ്? 20. അപ്പൊ നമ്മൾ ഏത് കണ്ടുപിടിച്ചാൽ മതി? ബി ഇ കണ്ടുപിടിച്ചാൽ മതി. ഈ ബി ഇ കണ്ടുപിടിക്കണമെങ്കിൽ അത് ഉൾപ്പെടുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ മട്ടത്രികോണം ഉണ്ടാവുമല്ലോ, ഇല്ലേ? അതേതാ? ബി ഇ ടി. ഏതാ ഇനി ഇവിടെ ഉപയോഗിക്കണ്ടേ? അറിയാം, ടാൻ. വീണ്ടും റിപ്പീറ്റ് ചെയ്യുക, സെയിം സ്റ്റെപ്പ്. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ഇത്രയും ചെയ്തത് മനസ്സിലായോ എന്ന് അറിയണ്ടേ? അപ്പൊ ഇത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് കണ്ടിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യുകയോ കമന്റ് ചെയ്യുകയോ ചെയ്യാം. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത് കൂടുതൽ പേജിലേക്ക് എത്തിയാൽ മാത്രമേ നമ്മൾ ഇങ്ങനെ എല്ലാ പാഠത്തിലെയും ചോദ്യങ്ങൾ ചെയ്യുള്ളൂ. നിങ്ങൾ ഇപ്പൊ ഈ 15 ചോദ്യങ്ങളായിരിക്കും ഏകദേശം ഈ പാഠത്തിന്. ഇത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെങ്കിൽ ഇത് മതി. പിന്നെ ഈ പാഠത്തിന് നിങ്ങളൊന്നും പഠിക്കേണ്ട. ഇത് കൃത്യമായി ചെയ്യാൻ നിങ്ങൾ പഠിച്ചാൽ, കാണാപ്പാഠം പഠിക്കലല്ല, ചെയ്യുന്ന സ്റ്റെപ്സ് പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് മതി. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിൽ കോർഡിനേറ്റ്സ് അഥവാ സൂചക സംഖ്യകളുമായിട്ട് വരും.